السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلله فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الحديث كتاب الله، وخير السنن سنن محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله السميع العليم من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. أتى رمضان مزرعة العباد لتطهير القلوب من الفساد. ഏറ്റവും ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കാത്തു സൂക്ഷിക്കണമെന്ന് ആമുഖമായി തന്നെ ഉണർത്തുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. പരിശുദ്ധ റമളാനിൻ്റെ ഒന്നാമത്തെ ദിവസത്തിലേക്ക് കാലെടുത്തു വെച്ച് ഏറ്റവും പവിത്രമായ രൂപത്തിൽ ഈ മാസത്തെ ഉൾക്കൊണ്ടുകൊണ്ട് നോമ്പിലേക്ക് പ്രവേശിച്ച് ഇന്ന് ഈ വിജ്ഞാനത്തിൻ്റെ സദസ്സിൽ ഇരിക്കുന്ന ഈ ഒരു സന്ദർഭം പ്രപഞ്ചത്തിൻ്റെ നാഥനായ റബ്ബ് ഈ റമളാനിൻ്റെ മുഴുവൻ ഖൈറും ബർക്കത്തും നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമാണ് റമളാനുകൾ. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രണ്ട് സ്വഹാബികളുടെ ഉപമ പഠിപ്പിക്കുന്നത് കാണുന്നു. രണ്ട് സുഹൃത്തുക്കൾ, അതിലൊരാൾ ഷഹീദായി. ഷഹീദായ വ്യക്തി, അദ്ദേഹം ഷഹീദായി ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം ഒരു വർഷം കഴിഞ്ഞാണ് തൻ്റെ കൂട്ടുകാരനായ മറ്റേ സ്വഹാബി മരിക്കുന്നത്. ആ സ്വഹാബി മരിച്ച സമയത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു വാചകത്തെ സ്വഹാബത്ത് വിശദീകരിക്കുന്നത് കാണാം. തൻ്റെ കൂട്ടുകാരൻ ഷഹീദാകുകയും ഇദ്ദേഹം ഒരു വർഷം കഴിഞ്ഞ് മരിക്കുകയും ചെയ്തപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്ക്,
ഷഹീദിനെ ഇദ്ദേഹം മുൻകടന്നിരിക്കുന്നു എന്നാണ്. റബ്ബിന്റെ കോടതിയിൽ ഷഹീദിനുള്ള സ്ഥാനം എന്താണ്? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിക്കുന്നത് കാണാം. 100 സ്വർഗം ശുഹദാക്കൾക്ക് അള്ളാഹു നൽകുന്നതാണ്. അള്ളാഹുവിൻ്റെ ഭൂമിയിൽ നിന്ന് ധർമ്മസമരത്തിലേർപ്പെട്ട, റബ്ബിന്റെ മാർഗത്തിൽ രക്തം ചിന്തി ഭൂമിയിൽ നിന്ന് വിട പറഞ്ഞു പോയ ശുഹദാക്കളുടെ സ്ഥാനത്തെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. അവരുടെ സ്ഥാനം 100 സ്വർഗമാണ് അള്ളാഹു അവർക്ക് നൽകുക എന്നാണ്. ഒരു സ്വർഗത്തിന്റെ വിശാലത പറഞ്ഞല്ലോ, അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളെക്കാൾ വിശാലമുള്ള സ്വർഗത്തിലേക്കുള്ള കാൽവെപ്പ് നടത്താൻ, അങ്ങനെയുള്ള 100 സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് എത്തിപ്പെട്ട ഷഹീദിനെ മുൻകടന്നിരിക്കുന്നു എന്നൊരു വ്യക്തിയെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കാരണം പണ്ഡിതന്മാർ പഠിപ്പിച്ചത്, അള്ളാഹുവിന്റെ റസൂലിന്റെ ഹദീസുകൾ വിശദീകരിക്കുന്നിടത്ത്, ആ ചരിത്ര സംഭവങ്ങളെ വിവരിക്കുന്നിടത്ത് കാണാം, ഒരു വർഷം ഇദ്ദേഹത്തിന് എക്സ്ട്രാ കിട്ടി എന്നുള്ളതാണ്. ആ ഒരു വർഷത്തിലെ റമളാൻ അയാൾക്ക് വേറെ കിട്ടിയെന്നാണ്. ഒരു വർഷത്തിലെ റമളാൻ അദ്ദേഹത്തിന് എക്സ്ട്രാ കിട്ടി എന്നുള്ളതാണ്. ഒരു റമളാൻ നമുക്ക് ലഭിക്കുക എന്നുള്ളത് എത്രത്തോളം അള്ളാഹു നൽകുന്ന തൗഫീഖാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ജീവിതത്തെ ഇങ്ങനെ കഴുകിക്കളഞ്ഞ് നന്നാക്കി ശുദ്ധീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ പരിശുദ്ധ റമളാനിനെ അള്ളാഹു നമുക്ക് പാകപ്പെടുത്തി നമ്മുടെ മുന്നിലേക്ക് തന്നിട്ടുണ്ട്. പ്രിയമുള്ള സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഈ അവസരം നമ്മൾ പാഴാക്കി കളയരുത് എന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പരിശുദ്ധ ഖുർആനും നമ്മളെ ബോധ്യപ്പെടുത്തിയ കാര്യം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഈ ഒരു റമളാനിലൂടെ മാത്രമല്ല, ജീവിതത്തിൽ മാറ്റത്തിന്റെ മാറണം, എനിക്കിങ്ങനെയായാൽ പോരാ എന്ന് ചിന്തിക്കുന്നൊരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. റമളാൻ ഒരു മാറ്റത്തിന്റെ മാസമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തെ പരിവർത്തിപ്പിക്കാൻ പറ്റുന്നൊരു മാസമാണ് റമളാൻ എന്ന് മനസ്സിലാക്കാൻ കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ്. പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞല്ലോ, ഒരാൾക്കും സ്വയം മാറുകയില്ല, ഒരാള് സ്വമേധയാ അയാളുടെ ജീവിതത്തിൽ മാറ്റം വരികയില്ല, തീരുമാനങ്ങൾക്കാണ് വിലയുള്ളത്. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞല്ലോ, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസിഹിം. സ്വയം മാറ്റത്തിന് തയ്യാറാവാത്ത ഒരാളെയും അല്ലാഹു പരിവർത്തിപ്പിക്കുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചതാണ്. ഈ റമളാനിലേക്ക് കാലെടുത്തു വെച്ച നമ്മുടെ നിയ്യത്ത് എന്താണ്? നമ്മുടെ ചിന്ത എന്താണ്? റമളാനിനെ വ്യത്യസ്ത രൂപത്തിൽ സ്വീകരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരു കച്ചവട കണ്ണോടുകൂടി റമളാനിനെ കാണുന്നവരുണ്ട്. എല്ലാവരും നോമ്പിലേക്ക് പ്രവേശിച്ചു, ഇനിയിപ്പോ ഞാനും നോമ്പ് നോറ്റിട്ടില്ലെങ്കിൽ ഒരു മോശല്ലേ എന്നുള്ള നിലക്ക് റമളാനിനെ കാണുന്ന ആളുകളുണ്ട്. പരിശുദ്ധ റമളാനിൽ നോമ്പ് നിർബന്ധമാണ്, പക്ഷേ അതിന് ഒരു ചടപ്പോടുകൂടി ആ നോമ്പിലേക്ക് പ്രവേശിക്കുന്ന മനസ്സുകളുണ്ട്. എന്നാൽ ഒരു തീറ്റയുടെ മാസം എന്ന അർത്ഥത്തിലും ഇന്നത്തെ കാലത്ത് റമളാനെ കാണുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിലും അപ്പുറത്ത് പരിശുദ്ധ റമളാനിന്റെ മുഴുവൻ പവിത്രതകളും ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധ റമളാനിലേക്ക് കാലെടുത്തു വെച്ച് ഈ റമളാനിനെ ഞാൻ പൂർണ്ണമായും സ്വീകരിച്ച് ഈ റമളാനിന്റെ മുഴുവൻ ഖൈറുകളും എനിക്ക് ലഭിക്കണം എന്ന നിയ്യത്തോടുകൂടി കാലെടുത്തു വെക്കുന്ന നല്ല നിയ്യത്തോടുകൂടി റമളാനിലേക്ക് പ്രവേശിക്കുന്നവരുമുണ്ട്. ഭൂരിഭാഗവും അൽഹംദുലില്ലാഹ് അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ആ രൂപത്തിൽ നല്ല നിയ്യത്തോടു കൂടി പരിശുദ്ധ റമളാനിലേക്ക് വരുമ്പോൾ ഒരു റമളാനിയത്തിന്റെ ആളുകളായി മാറലാണ് പല ആളുകളുടെയും പല സന്ദർഭത്തിലും നമ്മൾ കാണാറുള്ള പതിവ്. നിസ്കാരം റമളാനിൽ മാത്രമുണ്ട്, ജമാഅത്തുകൾ റമളാനിൽ മാത്രമുണ്ട്, സൂക്ഷ്മതയും ശ്രദ്ധയും റമളാനിൽ മാത്രമുണ്ട്. റമളാൻ തീർന്നാൽ അതൊക്കെ അങ്ങനെ ചോർന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. സഹോദരങ്ങളെ, ഇവിടെ മാറ്റം എന്ന് പറഞ്ഞാൽ ഈ നോമ്പിലൂടെ, ഈ റമളാനിലൂടെ നമുക്കുണ്ടാകുന്ന മാറ്റങ്ങളിൽ പ്രധാനമാണ്, നമുക്ക് മാറ്റമുണ്ടാക്കി തരുന്നതാണ് നോമ്പ് എന്ന് പറയുന്ന ഇബാദത്ത്. ഇബാദത്തുകൾ കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ ഒന്ന് നോമ്പിലൂടെ നമുക്ക് മാറ്റമുണ്ടാവുകയാണ്. കാരണം നോമ്പിനെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നു. റമളാനിന്റെ പവിത്രതകളൊക്കെ അങ്ങനെ വിശദീകരിച്ചു പോന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫറളല്ലാഹു അലൈക്കും സിയാമഹു, അല്ലാഹു റമളാനിൽ നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. ഈ നോമ്പ് കൊണ്ടുള്ള നിങ്ങളുടെ നേട്ടം എന്താണ്?
എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നിടത്ത് കാണാം. പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുതിബ അലൈക്കുമുസ് സിയാം, നിങ്ങൾക്ക് നാം നോമ്പിനെ നിർബന്ധമാക്കിയിരിക്കുന്നു. കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കി നിങ്ങളുടെ മുൻഗാമികൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ. എന്നിട്ട് അല്ലാഹു പറഞ്ഞത് ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾക്ക് തഖ്വയുണ്ടാക്കാനാണ് നോമ്പ്, സൂക്ഷ്മത എന്താണെന്ന് പഠിക്കാനാണ് നോമ്പ്. ഇത് നോമ്പിന്റെ ഫളലായി അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എടുത്തു പറഞ്ഞതാണ്. മറ്റൊരു ഹദീസിൽ കാണാം, നോമ്പ് എന്ന് പറഞ്ഞാൽ സിയാമു ജുന്നത്തുൻ, നോമ്പ് പരിചയാണ്. നോമ്പ് എന്നത് പരിചയാണ്. ആ നോമ്പ് മനുഷ്യനെ നരകത്തിൽ നിന്ന് അകറ്റുന്ന ഏറ്റവും നല്ല പരിചയാണ് നോമ്പ്. അപ്പൊ നോമ്പ് കൊണ്ട് മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നർത്ഥം. റസൂലുള്ളാഹി പറഞ്ഞല്ലോ, ഒരാള് വിവാഹം കഴിക്കണം. യാ മഅ്ശറ ശബാബ് മൻ ഇസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, കല്യാണത്തിന്റെ പ്രായമായാൽ നിങ്ങൾ വിവാഹം കഴിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഇന്നഹു, അതിന്റെ ഉദ്ദേശം അഅ്ദുലിൽ ബസ്ർ വഅഹ്സനുൽ ഫർജ്, നിങ്ങളുടെ ഗൃഹസ്ഥാനത്തെ സംരക്ഷിക്കാനും കണ്ണിനെ കാത്തു സൂക്ഷിക്കാനാണ് വിവാഹമെങ്കിൽ. ആ വിവാഹം ഒരാൾക്ക് ചെയ്യാൻ കഴിയാത്ത സാഹചര്യം വന്നാൽ, വമൻ ലം യസ്തതി', നിങ്ങൾക്കതിന് സാധ്യമല്ലെങ്കിൽ, ഫഅലൈഹി ബിസ്സൗം, നിങ്ങൾ വ്രതമനുഷ്ഠിക്കണം, നിങ്ങൾ നോമ്പനുഷ്ഠിക്കണം എന്ന് പറഞ്ഞു. ആ നോമ്പിന്റെ ഉദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു നമുക്ക്. നിങ്ങളുടെ കണ്ണിനെ നിയന്ത്രിക്കാൻ നോമ്പിലൂടെ നിങ്ങൾക്ക് കഴിയും. നിങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കാൻ നോമ്പിലൂടെ നിങ്ങൾക്ക് കഴിയും. ഫഇന്നഹു ലഹു വിജാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, നോമ്പ് അവനെ അതിൽ നിന്ന് എല്ലാ തിന്മകളിൽ നിന്നും സംരക്ഷിക്കുന്നതാണ് വ്രതം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. ആ ഒരു നിയ്യത്തോടു കൂടിയാണോ സഹോദരങ്ങളെ നമ്മൾ റമദാനിലേക്ക് പ്രവേശിക്കുന്നത്, നമ്മൾ നോമ്പിലേക്ക് പ്രവേശിക്കുന്നത്? ഈ ഒരു റമദാനിലെ നോമ്പ് കൊണ്ട് നമുക്ക് കിട്ടുന്ന നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനം നമ്മുടെ ജീവിതത്തിൽ വിശുദ്ധി എന്താണെന്ന് പഠിക്കുകയാണ്, തഖ്വ എന്താണെന്ന് പഠിക്കുകയാണ്. ഇതൊരു പരിചയപ്പെടലാണ്. പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ കാലെടുത്തു വെച്ച് റമദാനിലെ വ്രതത്തിലൂടെ, റമദാനിലെ നോമ്പിലൂടെ നമ്മുടെ ജീവിതത്തെ നമ്മൾ ശുദ്ധീകരിക്കുകയാണ്. ഇത് മാറാനുള്ള മാസമാണ്. മാറ്റത്തിന്റെ ദിവസങ്ങളായി ഇതിനെ കാണാൻ നമുക്ക് കഴിയണം. ഈ റമദാനിലെ ഈ പറഞ്ഞ തഖ്വ, ഈ പറഞ്ഞ എന്റെ കണ്ണിന്റെ സൂക്ഷ്മത, ഈ പറഞ്ഞ എന്റെ കാതുകളുടെ സൂക്ഷ്മത, ഈ പറഞ്ഞ എന്റെ ജീവിതത്തിന്റെ സകല മേഖലകളിലും ഞാൻ ശ്രദ്ധിക്കേണ്ട ഈ സൂക്ഷ്മത റമദാൻ കഴിഞ്ഞാലും എനിക്കുണ്ടാകുമെന്ന തീരുമാനമെടുക്കേണ്ട ദിവസങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ മുന്നിലേക്ക് വന്നിട്ടുള്ള ഈ പരിശുദ്ധ റമദാൻ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, ഈ റമദാനിലെ നോമ്പ് അടുത്ത സുന്നത്ത് നോമ്പുകൾക്ക് വേണ്ടിയുള്ള ഒരു ശീലം കൂടിയാൽ. കൂട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയമാണ്. ഇവിടെ തഖ്വ പഠിക്കാന്ന് മാത്രമല്ല, വരുന്ന ദിവസങ്ങളിൽ നോമ്പ് കഴിഞ്ഞാൽ, റമദാൻ കഴിഞ്ഞാൽ, ഒരു പെരുന്നാൾ കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച സുന്നത്തുകളിലേക്കുള്ള ഒരു ശീലം കൂടിയാണ്. ഈ ശീലം, ഈ ഒരു തുടർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം. പരിശുദ്ധ ഖുർആനും അള്ളാഹുവിന്റെ റസൂലും പഠിപ്പിച്ചു. ഒരു നോമ്പ് നോൽക്കുന്നവന്റെ പ്രത്യേകത റസൂലുള്ളാഹി പറഞ്ഞെടുത്ത് കാണാം. മാമിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ് ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗമി വജ്ഹഹു അനിന്നാരി 70 ഖരീഫാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാമിൻ അബ്ദിൻ, ഒരടിമ, അതേ യസൂമു യൗമൻ ഫീ സബീലില്ലാഹ്, അള്ളാന്റെ മാർഗത്തിൽ ഒരടിമ നോമ്പനുഷ്ഠിക്കുന്നു, റബ്ബിന്റെ മാർഗത്തിൽ ഒരടിമ നോമ്പനുഷ്ഠിക്കുന്നു, ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗം വജ്ഹഹു അനിന്നാരി 70 ഖരീഫാ. അല്ലാഹു അതാ ആ ഒരൊറ്റ നോമ്പ് കാരണം നരകത്തിൽ നിന്നവന്റെ മുഖത്തെ അകറ്റുന്നു. എത്ര? 70 ഖരീഫാ, 70 ഖരീഫ് അവന്റെ മുഖത്തെ നരകത്തെ തൊട്ട് അകറ്റുന്നു. 70 ഖരീഫ് അവന്റെ മുഖം നരകത്തിൽ നിന്ന് അകന്നു പോകും ഒരു നോമ്പ് കാരണം. നോമ്പിന്റെ പ്രത്യേകത എന്താ? അവിടെ ഖരീഫ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത്, അവിടെ ഖരീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആ റസൂലുള്ളാഹിന്റെ ഹദീസുകളെ വിശദീകരിച്ചുകൊണ്ട്
ഫത്ഹുൽ ബാരിയിൽ നമുക്ക് കാണാം 70 ഖരീഫ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് 70 വർഷത്തെ വഴിദൂരമാണ്. ഒരു നോമ്പ് ഒരാൾ അനുഷ്ഠിച്ചാൽ ആ നോമ്പ് കാരണം 70 വർഷത്തെ വഴിദൂരം അവന്റെ മുഖത്തെ അല്ലാഹു നരകത്തെ തൊട്ടകറ്റും. എത്ര റമളാനുകളിൽ ഈ ഹദീസ് നമ്മൾ കേട്ടു അല്ലേ? പക്ഷേ ഇത്രയും പവിത്രതയുള്ള നോമ്പ്, ഇത്രയും ശ്രേഷ്ഠമായ നോമ്പ്, ഈ നോമ്പിനെ നഷ്ടപ്പെടുത്തുന്ന ആളുകളുണ്ട്. നോമ്പിനെ ബാത്തിലാക്കുന്ന ആൾക്കാരുണ്ട്. വർത്താനം പറഞ്ഞിട്ട്, വേണ്ടാത്തരം സംസാരിച്ച്, വേണ്ടാത്തത് കണ്ടിട്ട്, വേണ്ടാത്തരം കേട്ടിട്ട് റമളാനിലെ ബാത്തിലാക്കുന്ന ആളുകളുണ്ട്. സഹോദരങ്ങളെ, ഈ നോമ്പിന്റെ ഫضലുകളൊക്കെ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പഠിപ്പിച്ചു എല്ലാ അർത്ഥത്തിലും. നിങ്ങൾ നോക്കൂ, അള്ളാഹുവിന്റെ അടുക്കൽ നോമ്പിന്റെ സ്ഥാനത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചല്ലോ. സഹാബി ഒന്ന് ചോദിക്കുകയാണ്, മഹാനായ അബി ഉമാമ അൽ ബാഹിലി റളിയല്ലാഹു അൻഹു ഒന്നുകൊണ്ട് ചോദിച്ചു, റസൂലേ, സ്വർഗത്തിലേക്ക് അടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അമലേതാണ് നബിയെ? സ്വർഗത്തിലേക്കുള്ള ഏറ്റവും നല്ല അമലേതാണ്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലൈക ബിസ്സൗം, നിങ്ങൾ നോമ്പനുഷ്ഠിച്ചോ, ഫഇന്നഹു ലാ മിസ്ല ലഹു, അതിന് സമാനമായ വേറൊരു ഇബാദത്തില്ലാണ്. ഈ റമളാൻ കഴിഞ്ഞാലും ഈ നോമ്പ് എന്ന സുന്നത്ത് നോമ്പായി നമ്മുടെ ജീവിതത്തിൽ എന്തുണ്ടാവണം? ഇത് വർദ്ധിപ്പിക്കണം. അത് ആ രൂപത്തിൽ നോമ്പിലേക്ക്, നോമ്പ് എന്നുള്ള നമ്മുടെ ജീവിതത്തെ മുഴുവനും മാറ്റാൻ വേണ്ടി നമ്മൾ ഈ നോമ്പിനെ ഉപയോഗപ്പെടുത്തണം എന്നർത്ഥം. സഹോദരങ്ങളെ, അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല അവസരമാണിത്. റബ്ബിന്റെ അടുക്കൽ കണക്കല്ലാത്ത പ്രതിഫലം കിട്ടുന്ന ഇബാദത്താണ് നോമ്പ്. കണക്കല്ലാത്ത പ്രതിഫലം പടച്ചറപ്പ് തരുന്ന 2 കാര്യങ്ങൾ അള്ളാഹു പ്രത്യേകം എടുത്തു പറഞ്ഞു. കണക്കല്ലാതെ കൂലി കിട്ടണ 2 പ്രത്യേകതകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്ന് നോമ്പാണ് അല്ലേ? ഉറക്കം വരാതൊക്കെ ഞാനൊന്ന് ചോദിക്കട്ടെ, രണ്ടാമത്തേത് ഏതാണ്? അറിയോ? ഈ പറഞ്ഞായി ബേജാറാണ് അല്ലേ? നമ്മളെ ജീവിതത്തിൽ നമ്മൾ പരിശുദ്ധ ഖുർആൻ ഒരുപാട് തവണ പാരായണം ചെയ്തിട്ടുണ്ടാവും. അവിടെ അള്ളാഹു പറഞ്ഞൊരു വാക്ക് നോക്കി നിങ്ങൾ, ഇന്നമാ യുവഫസ്വാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്, ക്ഷമിക്കുന്ന ആളുകൾക്ക് അല്ലാഹു കണക്കല്ലാത്ത പ്രതിഫലം കൊടുക്കും. സുബ്ഹാനല്ലാഹ്, ഏത് പ്രതിസന്ധിയിൽ ക്ഷമിക്കുന്നവർക്ക് അല്ലാഹു കണക്കല്ലാത്ത പ്രതിഫലം കൊടുക്കും. അതേപോലെ അല്ലാഹു കണക്കല്ലാത്ത പ്രതിഫലം വാരിക്കൊടുക്കുമാർക്ക്? നോമ്പുകാരനുമായുള്ള അല്ലാഹുവിന്റെ ബന്ധം അതാണ്. ആ ബന്ധം സഹോദരങ്ങളെ, റമളാൻ കഴിഞ്ഞാലും അതൊരു ജീവിതത്തിലൊരു മാറാനുള്ള, ഇതിൻ്റെ ഒരു മാറ്റത്തിന്റെ തുടർച്ചയായി നമ്മൾ അതിനെ കൊണ്ടുപോകണം എന്ന നിയ്യത്തെടുക്കുക. അത് ഈ നോമ്പിന്റെ തുടക്കത്തിൽ തന്നെ ആ നിയ്യത്തോടു കൂടി നമ്മൾ റമളാനിന്റെ മുഴുവൻ നോമ്പിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ തീരുമാനിക്കുക. അവിടെ അള്ളാഹിന്റെ സഹായം ഉണ്ടാവും. റഹ്മാനായ റബ്ബ് നമ്മളെ സഹായിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ നോക്കൂ, നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസ്, കുല്ലു അമലി ഇബ്നു ആദമ ലഹു ഇല്ല സിയാം, ആദമിന്റെ സന്തതികളുടെ എല്ലാ അമലുകളും അവനുള്ളതാണ്. ഇല്ല സിയാം, നോമ്പൊഴികെ. ഫഇന്നഹു ലീ, നോമ്പ് എനിക്കുള്ളതാണ്. അല്ലാഹു പറയാണ്, നോമ്പ് എനിക്കുള്ളതാണ്. വഅന അജ്സീ ബിഹി, ഞാനാണ് അതിന് പ്രതിഫലം നൽകുന്നത്. മറ്റു ഇബാദത്തുകൾക്കൊക്കെ അല്ലാഹുവല്ലേ പ്രതിഫലം നൽകണേ. പക്ഷേ നോമ്പിന്റെ പ്രതിഫലം പ്രത്യേകം കണക്ക് കൂട്ടാൻ പറ്റിയ ഒന്നല്ല. അത് അള്ളാന്റെ അടുക്കൽ അള്ളാഹ് വാരി കോരി കൊടുക്കുന്നതാണ് നോമ്പിന്റെ പ്രതിഫലം. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ പഠിപ്പിക്കുകയാണ്, വല്ലദീ നഫ്സി മുഹമ്മദിൻ ബിയദിഹി, മുഹമ്മദിന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അവൻ തന്നെയാണ് സത്യം എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ലഖുലൂഫു ഫമിസ്വാഇമി അത്യബു ഇൻദല്ലാഹി റീഹിൽ മിസ്ക്, നോമ്പുകാരന്റെ വായിൽ നിന്ന് വരുന്ന ഗന്ധം അള്ളാഹുവിന്റെ അടുക്കൽ കസ്തൂരിയുടെ സുഗന്ധമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ ഈ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കണമെന്ന് അറിയങ്ങൾ? നമ്മൾ അറപ്പോടെ കാണുന്ന ഒന്ന് ഒരു ഇബാദത്തിന്റെ പരിധിയിലേക്ക് അത് വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ അടുക്കല്ല ആ ഗന്ധത്തിന്റെ സ്ഥാനം പോലും ഉയർന്നു നിൽക്കുന്നു എന്നർത്ഥം.
ഇവിടെ ഇന്ദല്ലാ എന്നാണ് പ്രയോഗിച്ചത്. അള്ളാന്റെ അടുക്കൽ അതിന് കസ്തൂരിയുടെ സുഗന്ധമാണ്. അല്ലെ, വയറ് കാലിയാകുമ്പോ വയറിൽ നിന്ന് പുറത്തു വരുന്ന ഒരു ഗന്ധമാണത്. അല്ലെ, അള്ളാഹ്ക്ക് വേണ്ടി അന്നപാനീയം ഒഴിവാക്കിയതിന്റെ ഭാഗമായി വരുന്ന ഗന്ധമാണ്. അതിന് അള്ളാഹു നൽകുന്ന സ്ഥാനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. തീർന്നില്ല. നോമ്പിന്റെ കൂലി എന്താ? നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലിസ്വാഇമി ഫർഹതാൻ, നോമ്പുകാരന് രണ്ടാനന്ദമുണ്ട്. ഒന്നാമത്തെ ആനന്ദം നോമ്പ് തുറക്കുമ്പോഴുള്ള ആനന്ദമാണ്. രണ്ടാമത്തത് ഇദാ ലഖിയ റബ്ബഹു, അവനവന്റെ റബ്ബിനെ കണ്ടുമുട്ടുന്ന സമയത്തുള്ള ആനന്ദമാണ്. നമ്മൾ കേട്ടുപോയ ഹദീസുകളാണ്. അപ്പൊ ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത്, അള്ളാനെ സ്വർഗത്തിൽ വെച്ച് കാണുന്ന സമയത്ത് ഒരു മുഅ്മിനിന് ഉണ്ടാകുന്ന ആനന്ദം അത് കണക്ക് കൂട്ടാൻ പറ്റിയ ഒന്നല്ല സഹോദരങ്ങളെ. ഇങ്ങനെ റബ്ബുമായി അടുത്തു നിൽക്കുന്ന ഒരു ഇബാദത്താണ് പരിശുദ്ധ റമളാനിലെ അടക്കം വരാനിരിക്കുന്ന സുന്നത്തു നോമ്പുകൾ അടക്കം. അതാണ്. അപ്പൊ ഈ ഒരു നോമ്പ് എന്ന ഇബാദത്ത് ഇവിടെ തീരേണ്ട ഒരു സംഭവമല്ല. അത് റമളാനിൽ മാത്രം പ്രത്യേകമായി നമ്മൾ എടുക്കേണ്ട ഒരു സംഭവമല്ല. റമളാനിൽ അതിന് ഫർളാണ്, നിർബന്ധമാക്കപ്പെട്ടു. എന്നാൽ സുന്നത്തായി റമളാൻ അല്ലാത്ത മാസങ്ങളിലും നമ്മുടെ മുന്നിൽ അതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ നോമ്പ് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സഹോദരങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ഈ പരിശുദ്ധ റമളാനിലൂടെ നമുക്ക് കിട്ടുന്ന, നമുക്ക് മാറ്റാൻ കഴിയുന്ന മറ്റൊരു മേഖലയാണ് സബർ, ക്ഷമ എന്നുള്ളത് പഠിക്കുകയാണ് റമളാനിലൂടെ. സബർ എന്താണെന്ന് പഠിക്കുകയാണ് റമളാനിലൂടെ. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അസ്യാമു ജുന്നത്തുൻ, നോമ്പ് പരിചയാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ നോമ്പനുഷ്ഠിച്ചു, നോമ്പുകാരന്റെ അടുക്കലേക്ക് ഒരാൾ വഴക്കിടാൻ വേണ്ടി, ശണ്ട കൂടാൻ വേണ്ടി ഒരാൾ വന്നാൽ അവനോട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അവനിൽ നിന്ന് അകന്നു പോകാൻ റസൂലുള്ളാഹി നിർദ്ദേശിക്കുകയാണ്. അവൻ്റെ അടുത്ത് ഇങ്ങനെ മാറി മാറി പോകാൻ. മനസ്സിലായോ? ഉറക്കം വരുന്നുണ്ടെങ്കിൽ റമളാനൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ വയറിറയാൻ പറ്റുള്ളൂ കേട്ടോ. അതിൻ്റെ അപ്പുറത്തേക്ക് അടിച്ചു പൊളിച്ച് പറഞ്ഞാലേ നോമ്പ് 30 പൂർത്തിയാക്കണമല്ലോ. അതിൻ്റെ ഒരു പ്രയാസം നമുക്കറിയാം. അത്താഴത്തിന് എണീറ്റ് സുബഹ് കഴിഞ്ഞ് ഒരുപക്ഷെ ഇഷ്റാഖ് നമസ്കാരവും കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടാവുക. അല്ലേ? ആ ഒരു കൂലിയൊക്കെ പ്രതീക്ഷിച്ച് സുബഹി കഴിഞ്ഞിട്ട് ആ പള്ളിയിൽ ഇരുന്ന് നിസ്കാരമൊക്കെ പൂർത്തീകരിച്ചായിരിക്കും നമ്മൾ ഇറങ്ങിയിട്ടുണ്ടാവുക. ഉറങ്ങാൻ രണ്ടാമതൊന്ന് കണ്ണുമ്പോൾ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. പിന്നെ ഒരു വിഷമം നമുക്ക് ഉണ്ടാവും. ഞാൻ അത്താഴം കഴിച്ച ഉടനെ ഇറങ്ങിയതാ. സുബഹി ജമാഅത്തിലേക്ക് കിട്ടുന്നത് വഴിക്കടവെന്ന്. ഇന്നലെ രാത്രി ഉറങ്ങുന്നത് 1:30 മണിക്കാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ബുദ്ധിമുട്ട് എൻ്റെ അടുത്തുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? ഉൾക്കൊള്ളണം എന്നാണ് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. കാരണം എന്ന് വെച്ചാൽ അത്തരമൊരു നമ്മളെ ഇതൊരു കൂലി കിട്ടുന്ന കാര്യമാണ്. ക്ഷമിക്കണതിന് വലിയ കൂലിയുണ്ട്. ക്ഷമയുള്ളപ്പോൾ പറയണം നമ്മളെ ഇതിന് വലിയ പ്രതിഫലമുണ്ട് കേട്ടോ. വല്ലാതെ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് ഇവിടെ പൈപ്പില്ല. പുറത്ത് എല്ലാം അടുത്തിരിക്കണോരുടെ ശല്യം ചെയ്യാതെ മെല്ലാണ് പോയിട്ട് ഒന്നിനും മുഖം കഴിയേണ്ടി വരികയാണെങ്കിൽ ആർക്കും ബുദ്ധിമുട്ടുണ്ടാകും. ഇൻഷാ അല്ലാഹ് മനുഷ്യരാണ്, നമുക്കൊക്കെ ആ ക്ഷീണവും കാര്യമൊക്കെ ഉണ്ടാവും. അള്ളാഹു അതിനൊക്കെയുള്ള പ്രതിഫലം തരട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ അള്ളാഹുവിൻ്റെ അടുക്കൽ ഉന്നതമുള്ള അമലുകളാക്കി തീർക്കട്ടെ. ശരി, നമ്മൾ പറഞ്ഞു പോരുന്ന വിഷയം, അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പുകാരനാണ് നിങ്ങൾ. നോമ്പ് അനുഷ്ഠിച്ച് നിങ്ങൾ നോമ്പിലായിരിക്കെ ഒരാൾ നിങ്ങളുമായി വഴക്കിടാൻ വന്നാൽ നിങ്ങൾ അവരോട് പറയണം, മിന്നി സ്വാഇമുൻ, ഞാൻ നോമ്പുകാരനാണ്. എന്തിനത്? നോമ്പുകാരൻ ഒരുപാട് ഒരു അവൻ്റെ സ്വഭാവത്തിലും അവൻ്റെ പെരുമാറ്റത്തിലും അവൻ്റെ ഇടപെടലുകളിലൊക്കെ വലിയ മാറ്റങ്ങൾ കാണണം. അത് നോമ്പോടുകൂടി തീരേണ്ട മാറ്റമല്ല കേട്ടോ, നോമ്പിന് ശേഷവും തീരേണ്ടതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറഞ്ഞു. അബൂബക്കർ റളിയല്ലാഹു അൻഹു ക്ഷമിച്ചു. രണ്ടാമട്ടും ചീത്ത പറഞ്ഞു, ക്ഷമിച്ചു. മൂന്നാമട്ടം പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു എഴുന്നേറ്റ് പ്രതികരിച്ചു. റസൂൽ അവിടെ നിന്ന് എണീറ്റ് പോയിന്നാ. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒരു വിഷമം തോന്നി. പടച്ചോനെ, റസൂൽ ഇപ്പം എന്തേ പോകാൻ കാരണം? അള്ളാൻ്റെ റസൂൽ ഇപ്പം എണീറ്റ് പോയല്ലോ, എന്തേ ഇപ്പം നബി അങ്ങനെ പോയത്? അള്ളാൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിലേക്ക് ഓടിച്ചെന്നിട്ട് ചോദിച്ചു, റസൂലേ, അദ്ദേഹം പറഞ്ഞ നിങ്ങൾ കേട്ടില്ലേ, ഞാൻ ഇത്ര ക്ഷമിച്ചു, പിന്നെ ഞാൻ എണീറ്റപ്പോൾ റസൂൽ നിങ്ങൾ എന്തെങ്കിലും പോകുന്നത് എന്നാ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള പറഞ്ഞൊരു വാക്ക്,
അബൂബക്കർ, നീ ആദ്യം അദ്ദേഹം നിന്നെ ചീത്ത പറഞ്ഞു, നീ ക്ഷമിച്ചു. രണ്ടാമത്തെ തവണയും അദ്ദേഹം ചീത്ത പറഞ്ഞു, നീ ക്ഷമിച്ചു. പിന്നെയും ചീത്ത പറഞ്ഞു, നീ എഴുന്നേറ്റു. നീ എഴുന്നേറ്റ് നീ പ്രതികരണം തുടങ്ങിയപ്പോൾ അവിടുന്ന് മലക്ക് പോയി, പിന്നെ ഞാനും അവിടുന്ന് പോയി. മലക്കൾ അവിടുന്ന് പോയപ്പോൾ പിന്നെ ഞാനും അവിടുന്ന് പോയി. ആലോചിച്ച് നോക്കി നിങ്ങൾ. അപ്പൊ സബറിന്റെ മഹത്വത്രേ, ക്ഷമയുടെ മഹിമത്രേ. ഏതൊരു മേഖലയിലും ഒന്ന് കടിച്ചു പിടിച്ചാൽ, ഒന്ന് ക്ഷമിച്ചാൽ അതിൻ്റെ അപ്പുറത്ത് വലിയൊരു നേട്ടം നമുക്ക് ലഭിക്കാനുണ്ട്. ആ സബർ പഠിക്കുകയാണ് ശരിക്കും ഇവിടെ ഈ റമദാനിൽ, അല്ലേ? ഈ റമദാനിൽ ചില ആൾക്കാർ പറയും, ഞാൻ നോമ്പായി പോയിട്ടാണ്, നോമ്പായി പോയി, അതും പ്രതികരണം എന്തല്ല, ശരിയല്ല. അള്ളാഹ്ക്ക് വേണ്ടി ക്ഷമിക്കുക, എല്ലായിടത്തും റബ്ബിന് വേണ്ടി എന്നൊരു നീയത്തെടുക്കുക. റബ്ബിന് വേണ്ടി. വീട്ടിൽ നല്ല തിരക്കാണ്, തിരക്കിട്ട പണിയാണ് ഉമ്മാക്ക്, അല്ലേ? തിരക്കിട്ട പണിയാണ് സഹോദരിമാർക്ക്. ആ സമയത്തായിരിക്കും ഭർത്താവ് എന്തെങ്കിലും ഒരു കാര്യം ആവശ്യപ്പെടുക. റമദാനാണെന്നൊന്നും ചിലപ്പോൾ ഉമ്മാർക്ക് എന്ത് ചെയ്യണ്ടല്ല, ഓർമ്മ ഉണ്ടാവില്ല. ഭർത്താവാണെന്ന് പോലും മറന്ന് സംസാരിക്കുന്ന സ്വഭാവം ഉണ്ടാവും. അവിടെ നിങ്ങളൊന്ന് ക്ഷമിച്ചു നോക്കി. ആ ക്ഷമ കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യം അള്ളാഹ് എളുപ്പത്തിലാക്കി തരും. അള്ളാന്റെ മാർഗത്തിൽ ക്ഷമിച്ചാൽ, അള്ളാന്റെ മാർഗത്തിൽ നമ്മൾ നീങ്ങിയാൽ ഏത് മേഖലയിലും വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. അല്ലേ? എന്തെല്ലാം അള്ളാഹ് പറഞ്ഞു, പേടിപ്പെടുത്തി അള്ളാഹ് നിങ്ങളെ പരീക്ഷിക്കും. എല്ലാ അർത്ഥത്തിലും അള്ളാന്റെ പരീക്ഷണങ്ങളെ, ആത്മാവുകളെ, നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ആളുകളുടെ റൂഹിനെ നിങ്ങളിൽ നിന്ന് പിരിച്ചു പരീക്ഷിക്കും. മാരകമായ രോഗങ്ങൾ തന്നുള്ള പരീക്ഷിക്കും. അങ്ങനെയുള്ള അവസരങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളുടെ സമ്പത്ത് നശിപ്പിച്ചിട്ടുള്ള പരീക്ഷിക്കും. ഇതൊക്കെ വരുമ്പോൾ ക്ഷമിക്കുന്നവർക്കാണ് വിജയം എന്നാ പറഞ്ഞത്. ക്ഷമിക്കുന്നവർക്കാണ് വിജയം. അപ്പൊ ജീവിതത്തിലുടനീളം ഒരു സബറിന്റെ ആളായി എനിക്ക് മാറാൻ പറ്റും ഈ ഒരു നോമ്പിലൂടെ, ഈ ഒരു മാസത്തിലൂടെ മാറാൻ കഴിയുമെന്നുള്ളതാണ്. ആ മാറ്റമാണ് സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, പരിശുദ്ധ ഖുർആനിലൂടെ, ഖുർആനുമായി അടുക്കുന്നതിലൂടെ ജീവിതത്തെ മാറ്റാൻ കഴിയും. ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. ഷാഫി ഇവിടെ വ്യക്തമായി അതിൻ്റെ ഭാഗങ്ങൾ അദ്ദേഹം വിശദീകരിച്ചു പോയി. കൂടുതൽ ഇൽമ അദ്ദേഹത്തിന് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. നല്ല ഭാവി സമൂഹത്തിന് ഉപകാരമുള്ളൊരു ദാഇയായി, നമ്മുടെ നാടിനൊക്കെ ഉപകാരമുള്ളൊരു ദാഇയായി വരാൻ സാധ്യതയുള്ള മക്കളാണ്. റഹ്മാനായ റബ്ബ് നല്ല ഇസ്സത്തും ദർജയും അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. നമ്മൾ പറഞ്ഞു പോകുന്ന വിഷയം വെച്ചാൽ പരിശുദ്ധ ഖുർആനുമായുള്ള ആ ബന്ധത്തിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജീവിതത്തെ മാറ്റാൻ പറ്റും. ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട അവതീർണമായ മാസം എന്ന നിലക്ക് ശഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, പരിശുദ്ധ ഖുർആനിന്റെ അവതരണം ഉണ്ടായത് ശഹ്റു റമദാൻ, ഈ റമദാൻ എന്ന പവിത്രമായ മാസത്തിലാണെന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഗണ്യതമായ ഖുർആൻ നസ്സായി പഠിപ്പിക്കുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമദാനിൽ ഖുർആനുമായുള്ള നമ്മളെ ബന്ധം എന്ത് ചെയ്യണം? ഊട്ടിയുറപ്പിക്കണം. അത് റമദാനോടുകൂടി തീരും ചെയ്യരുത്. എന്ത് ചെയ്യരുത്? റമദാനോടുകൂടി, റമദാൻ കഴിഞ്ഞു ഇനി ഖുർആൻ എന്ത് ചെയ്യാ, അലമാരയിൽ വെക്കാം എന്ന് തീരുമാനത്തേക്ക് വരരുത്. പരിശുദ്ധ ഖുർആൻ മാറ്റത്തിന്റെ കാരണമാണ്. ഒരുപാട് ചരിത്ര സംഭവങ്ങൾ ഇവിടെ പറഞ്ഞു. ഒരൊറ്റ ചരിത്രം പറഞ്ഞിട്ട് ഞാൻ ആ ഭാഗം ക്ലോസ് ചെയ്യാം. ഒറ്റ ചരിത്രം. സ്വഹാബത്ത് പരിശുദ്ധ ഖുർആനുമായി അവർ സ്വീകരിച്ച ചില ശൈലികളുണ്ട്. ആ രൂപത്തിൽ ഖുർആനിനെ നമുക്ക് സ്വീകരിക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ കൽബിനോട് ചോദിക്കേണ്ടത്. ഈ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസത്തിന് ഫള് കണ്ട്, ശ്രേഷ്ഠത കണ്ട് ആകാശത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും, അതേ ശൈത്വാനുകളെ ചങ്ങലകളിൽ ബന്ധിക്കും എന്നൊക്കെ റസൂലുള്ളാഹ് അതേ ശഹ്റുസ് സബ്ർ എന്നും പിന്നെ സൗമെന്നും, എങ്ങനെ നോമ്പിന്റെ മാസം, ക്ഷമയുടെ മാസം, ദുആഇന്റെ മാസം എന്നൊക്കെ റസൂലുള്ളാഹ് അങ്ങനെ എണ്ണിപ്പഠിപ്പിച്ച ഈ മാസത്തിന്റെ ഫളലുകളൊക്കെ വരാനുള്ള കാരണം ഖുർആനിന്റെ അവതരണമാണെങ്കിൽ ആ ഖുർആനുമായുള്ള നമ്മുടെ ബന്ധം എന്താണ് നമ്മുടെ ആത്മാർത്ഥമായി പരിശോധിക്കണം. ഇസ്ലാമിക ചരിത്രത്തിൽ ജുലൈബീബ് നമ്മൾ കേട്ടിട്ടുണ്ടോ? ജുലൈബീബ് റളിയല്ലാഹു അൻഹു ഒരു ഉയരം കുറഞ്ഞ മനുഷ്യൻ, കറുത്ത മനുഷ്യൻ, കാണാൻ ഒരു ഭംഗിയില്ലാത്ത വ്യക്തിയാണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹു. ജുലൈബീബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സ്വഹാബികളുടെ കൂട്ടത്തിലിരിക്കുന്ന സമയത്താണ് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ
ഒരു വാചകത്തെ പ്രഖ്യാപിക്കുന്നത്, യാ മഅ്ശറ ശബാബ മൻ ഇസ്തതാഅ മിൻകുമുൽ ബഅത ഫല്യതസവ്വജ്. കല്യാണത്തിന്റെ പ്രായമായ ആളുകളൊക്കെ എന്ത് ചെയ്യണം? വിവാഹം കഴിക്കണം. ചെറുപ്പക്കാരൊക്കെ പെണ്ണ് കെട്ടണം എന്ന് റസൂലുള്ളാഹി നിർദ്ദേശിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നിർദ്ദേശം കൊടുത്തപ്പോൾ സ്വഹാബികളിലെ വിവാഹം കഴിച്ചിട്ടില്ലാത്ത യുവാക്കളൊക്കെ എന്ത് ചെയ്യാൻ തുടങ്ങി? പെണ്ണന്വേഷിച്ച് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു. നമ്മളെ മരുന്ന് കല്യാണം തീരുമാനിച്ച് നിശ്ചയം എന്നാണെങ്കിൽ ഇനി എന്നാ നിക്കാഹ്? ഡിസംബർ 26. നമ്മളങ്ങനെ തീരുമാനിക്കുക. ഒരു കൊല്ലം നീട്ടിയിടും കല്യാണത്തിന്. സ്വഹാബത്ത് അങ്ങനെയല്ല. ആ കല്യാണം അവിടെ ഇന്ന് നടത്താൻ പറ്റുമെങ്കിൽ അവർ അന്ന് തന്നെ തീരുമാനിച്ച് അന്ന് തന്നെ നടത്തും. അവരുടെ സൗകര്യങ്ങളും സംവിധാനങ്ങളൊക്കെ അങ്ങനെയാണ്. ഒരു സംഭവം നീട്ടി വെക്കണ പ്രശ്നമില്ല. ആ രൂപത്തിൽ അവരുടെ വിവാഹങ്ങൾ നടക്കണം. ഓരോ സ്വഹാബികളും ഈ നിർദ്ദേശത്തിന് ശേഷം കല്യാണം ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക. ജുലൈബീബ് റളിയല്ലാഹു അൻഹു കാണാൻ വിരൂപിയാണ്. അദ്ദേഹം ഒരു ഭംഗിയില്ല, പക്ഷേ ഈമാനിന്റെ നിറകുടമാണ് ജുലൈബീബ് റളിയല്ലാഹു അൻഹു. ഈമാനിന്റെ നിറകുടം. ജുലൈബീബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ മുന്നിലേക്ക് ഇങ്ങനെ വന്ന സമയത്ത് റസൂൽ ചോദിച്ചു, ജുലൈബീബെ കല്യാണം കഴിച്ചോ? പെണ്ണെട്ടിയോ? ജുലൈബീബ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു, റസൂലെ എൻ്റെ കോലം കണ്ടിട്ട് ആരാ നബി എനിക്ക് പെണ്ണ് തരാം? ആരാ റസൂലെ എനിക്ക് പെണ്ണ് തരാം? എൻ്റെ രൂപം നോക്കി, നിങ്ങൾ എൻ്റെ കോലം നോക്കി. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ പറ്റൂല ജുലൈബീബെ, പെണ്ണ് കെട്ടണം, ഒരു കുടുംബജീവിതം വേണ്ടേ, മക്കൾ വേണ്ടേ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞപ്പോൾ ജുലൈബീബ് റളിയല്ലാഹു അൻഹു പറയാണ്, റസൂലെ നിങ്ങൾ എന്നെ കളിയാക്കണത് പോലെ എനിക്ക് തോന്നാം. എൻ്റെ രൂപം കണ്ടിട്ടേ നിങ്ങൾ എന്നെ കളിയാക്കണ പോലെ എനിക്ക് തോന്നാം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് കേട്ട ഉടനെ ജുലൈബീബിനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് റസൂൽ പറഞ്ഞു, ജുലൈബീബെ ഞാനൊരു വീട് എനിക്ക് പറഞ്ഞുതരാം. ഈ ആ വീട്ടിൽ പോണം. അവിടെ സുന്ദരിയായ ഒരു പെണ്ണുണ്ട്. ആ പെൺകുട്ടിയുടെ ഉപ്പയോട് അവളെ വിവാഹം അന്വേഷിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചു. ഒരു വിഷമുണ്ട് പോകാൻ, പക്ഷെ റസൂലാണല്ലോ പറഞ്ഞത് പോകണേ എന്നും പറഞ്ഞാണ് പോയി. നേരെ പോയി വീട്ടിൽ കയറി ചെന്ന് സലാം പറഞ്ഞ് അവിടെ ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ അദ്ദേഹം ആ ഉപ്പയോട് പറഞ്ഞു, നിങ്ങളുടെ മകളെ എനിക്ക് വിവാഹം ചെയ്തു തരുമോ? ഞാൻ റസൂൽ പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. അല്ലാഹ് റസൂൽ പറഞ്ഞിട്ടാണ് ഞാനിങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങളെ മകൾ എനിക്ക് വിവാഹം ചെയ്തു തരുമെന്നാ. അത്ര നേരം സംസാരിച്ചിരുന്ന വാപ്പം എല്ലാം തലണ്ട് താത്തി ഇരുന്നിട്ട് അവിടെ ഇരിക്കുന്ന വാപ്പം എല്ലാം എണീറ്റ് അകത്തേക്ക് കയറിപ്പോവാൻ. ഈത്തപ്പന ഓല കൊണ്ട് മറച്ചുണ്ടാക്കിയ ആ വീടിന്റെ ആ മറയുടെ അപ്പുറത്ത് നിന്ന് ഭാര്യയുമായി സംസാരിക്കുന്നത് ഇങ്ങോട്ട് കേൾക്കാം. ജുലൈബീബ് നമ്മുടെ മകളെ വിവാഹം അന്വേഷിച്ച് വന്നിരിക്കുന്നു, എന്ത് ചെയ്യുമെന്നതാണ് ചർച്ച. ഭാര്യയുടെ പ്രതികരണവും ഒന്നാണ്. എങ്ങനെ നമ്മളെ സുന്ദരിയായ മോളെ ജുലൈബീബിനെ പോലത്തെ ഒരാൾക്ക് കൊടുക്കാൻ പറ്റുമെന്നാണ്. അത് യോജിക്കോ? നടക്കൂലല്ലോ. അതുകൊണ്ട് പറ്റൂല എന്നാണ് പറഞ്ഞളിന്നാണ് അവിടുന്ന് ചർച്ച വരുന്നത്. ഈ സംസാരം കേട്ടപ്പോൾ ഇരിക്കുന്ന ജുലൈബീബ് റളിയല്ലാഹു അൻഹു എണീറ്റു. അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് മറ്റൊരു പെണ്ണിന്റെ ശബ്ദം കേൾക്കുകയാണ്. ഏതൊരു പെണ്ണിനെയാണോ ജുലൈബീബ് കല്യാണം അന്വേഷിച്ചു പോയത്, ആ പെൺകുട്ടിയുടെ ചോദ്യമാണ്, അള്ളാന്റെ റസൂലല്ലേ വാപ്പാ ജുലൈബീബിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? അതേ മോളെ, ജുലൈബീബിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അള്ളാന്റെ റസൂലാണ്. ആ ജുലൈബീബിനെ നിങ്ങൾ തിരിച്ചു വിടുകയാണോ വാപ്പാ? അതേ മോളെ, ജുലൈബീബ് നിന്നെ കല്യാണം അന്വേഷിച്ചു വന്നതാണ്, ജുലൈബീബിനെ തിരിച്ചു വിടുകയാണ് മോളെ എന്ന ആ പെൺകുട്ടിയോട് വാപ്പയുടെ പ്രതികരണം. നിന്നെ എങ്ങനെ കൊടുക്കാനാണ് ജുലൈബീബിൻ എന്ന് പറയുമ്പോ ആ പെൺകുട്ടിയുടെ വീണ്ടും ചോദിക്കുകയാണ്, റസൂലല്ലേ വാപ്പാ ജുലൈബീബിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? അതേ മോളെ, റസൂലാണ് പറഞ്ഞയച്ചത് എന്ന് പറഞ്ഞപ്പോ വാപ്പയോട് ചോദിക്കുന്ന പരിശുദ്ധ ഖുർആനിലെ ഒരായത്ത് നിങ്ങൾ കേട്ടിട്ടില്ലേ വാപ്പാ? വമാ കാന ലിമുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖലല്ലാഹു വറസൂലുഹു അംറാ അയ്യകൂന ലഹുമുൽ ഖൈറതു മിൻ അംരിഹിം. അല്ലാഹുവും റസൂലും നിങ്ങൾക്കൊരു വിധി പറഞ്ഞു തന്നാൽ, ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു നിർദ്ദേശം നൽകിയാൽ നിങ്ങളുടെ സ്വന്തം ഇഷ്ടപ്രകാരം അതിൽ മാറ്റം വരുത്തരുതെന്ന് അല്ലാഹ് പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടില്ല വാപ്പാ? ജുലൈബീബിനെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അല്ലാഹുവിന്റെ റസൂലല്ലേ വാപ്പാ? ആ റസൂലുള്ളാഹിന്റെ കൽപ്പനക്ക് എതിര് ചെയ്യരുതെന്നത് ഖുർആനിന്റെ സംസാരമല്ലേ വാപ്പാ? എങ്ങനെ വാപ്പാ നമ്മൾ ജുലൈബീബിനെ തിരിച്ചു പറഞ്ഞേക്ക? അതുകൊണ്ട് ജുലൈബീബിനെ റസൂലാണ് ഇങ്ങോട്ട് പറഞ്ഞയച്ചതെങ്കിൽ ജുലൈബീബിനെ വിവാഹം കഴിക്കാൻ 100 വട്ടം എനിക്ക് സമ്മതമാണെന്ന് പെൺകുട്ടിയുടെ പ്രതികരണം.
ഇസ്ലാമിക ചരിത്രം എടുത്ത് പരിശോധിക്കണം. നമ്മൾ ഈ ഒരു ചരിത്രത്തെ സഹോദരങ്ങൾ നമ്മളെ ജീവിതവുമായി ഒന്ന് ബന്ധപ്പെടുത്തണം. ഈ സ്വഹാബത്ത് പോയ അതേ സ്വർഗാണല്ലോ നമ്മളും കൊതിക്കണേ. ഈ സ്വഹാബത്ത് പോയ അതേ, ഈ സ്വഹാബ വനിതകൾ പോയ അതേ സ്വർഗമാണല്ലോ നമ്മളും ആഗ്രഹിക്കുന്നത്. അല്ലാഹ് അരുത് എന്ന് പറഞ്ഞ എന്തെല്ലാം കാര്യങ്ങൾ ഇന്ന് നമ്മുടെ ജീവിതത്തിലുണ്ട്. ഈ റമദാൻ കൊണ്ടെങ്കിലും ഒരു മാറ്റം നമുക്ക് പ്രതീക്ഷിച്ചൂടെ? ഈ റമദാൻ കൊണ്ടെങ്കിലും അത് നിർത്തണമെന്ന് ആഗ്രഹിച്ചൂടെ? അല്ലാഹ് ഹറാമാണെന്ന് വിധിച്ചിട്ടുള്ള എത്ര പലിശയുടെ ഇടപാടുകൾ നമ്മൾ നടത്തുന്നു. പലിശ നിങ്ങൾക്ക് നിഷിദ്ധമാണെന്ന് പരിശുദ്ധ ഖുർആനിന്റെ വാക്ക്. കച്ചവടം നിങ്ങൾക്ക് ഹലാലാണ്. പലിശ നിങ്ങൾക്ക് ഹറാമാണെന്ന് അല്ലാഹ് വ്യക്തമായി പഠിപ്പിച്ചു. ഏത് തരത്തിലുള്ള പലിശയാണോ ജീവിതത്തിൽ തുടരുതെന്ന് പടച്ചോൻ പറഞ്ഞിട്ട്, ലോണെടുത്ത് വീട് കെട്ടിയവർ, ലോണെടുത്ത് വാഹനം വാങ്ങിയവർ, ലോണെടുത്ത് പെണ്ണിനെ കെട്ടിച്ചവർ, ലോണെടുത്ത് തന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നവർ, ഖുർആനിനെതിരല്ലേ സഹോദരങ്ങളെ നമ്മൾ ചെയ്യണത്? അല്ലേ? പലിശയുടെ ഇടപാടുകൾ ഹറാമ് കാണണ്ടെന്ന് റബ്ബ് വിധി പറഞ്ഞിട്ട് ഹറാമ് കാണുന്നവരല്ലേ പലപ്പോഴും നമ്മൾ, അല്ലേ? ഈ റമദാനിലൂടെയെങ്കിലും പരിശുദ്ധ ഖുർആനിനെ നെഞ്ചിലേറ്റുന്ന ആളുകളായി മാറാൻ നമുക്ക് കഴിയുമോ? അവിടെയാണ് നമ്മുടെ വിജയം, അവിടെയാണ് നമ്മുടെ രക്ഷ. അതുകൊണ്ട് ഈ ഖുർആൻ മാറ്റത്തിന്റെ ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പരിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ അടുക്കുകയും ഈ റമദാനിലൂടെ ഖുർആനുമായുള്ള ബന്ധം ഊട്ടിയുറപ്പിക്കുകയും ചെയ്ത് അതിന്റെ പാരായണത്തിലും പഠനത്തിലൊക്കെ കൂടുതൽ ആവേശം കാണിക്കണം. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. എത്ര ആളുകൾ സഹോദരങ്ങളെ ആഴ്ചയിൽ നടക്കുന്ന ഒരു മണിക്കൂർ നടക്കുന്ന ക്ലാസ്സിന് ആത്മാർത്ഥമായി പേനയും നോട്ട്ബുക്കും കയ്യിലെടുത്ത ഒരു അധ്യാപകന്റെ മുന്നിൽ ചെന്നിരുന്ന് പഠിക്കാൻ മനസ്സ് കാണിക്കുന്ന എത്ര ആൾക്കാരുണ്ട്. ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളിന്റെ സദസ്സിൽ വിരളം ആളുകളെ ഉള്ളൂ, വളരെ കുറച്ച്. നാട്ടിൽ നടക്കുന്നൊരു ഗാനമേളയുടെ സദസ്സിൽ, നാട്ടിൽ നടക്കുന്ന വേറെ ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ അതിൽ ആളുകളുടെ എണ്ണം കൂടുതലാണ്, ആളുകളെ കൊണ്ട് തിങ്ങി നിറയാൻ. പക്ഷേ നമ്മൾ മനസ്സിലാക്കണം സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു തന്നിട്ടുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുള്ള ഇത്തരം കാര്യങ്ങളോട്, ഈ ഖുർആനിനോടൊക്കെയുള്ള നമ്മുടെ നിലപാടുകളും നമ്മുടെ സമീപനങ്ങളും ഒക്കെ നമ്മൾ ഗൗരവത്തിൽ ആലോചിക്കണം. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിലേക്ക് നമ്മൾ കൂടുതൽ അടുക്കുക. ഇനി അതുപോലെ തന്നെ ഖുർആൻ ഒരു മാറ്റത്തിന്റെ ഗ്രന്ഥമായി നമ്മൾ ഖുർആനിനെ സ്വീകരിക്കുക. അതുപോലെ സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കണം, ഈ റമദാനിലെ ഇബാദത്തുകൾ അതിന്റെ തുടർച്ച എന്ന നിലക്ക്, അതുപോലെ തന്നെ പരിശുദ്ധ റമദാനിൽ നമുക്ക് മാറാൻ കഴിയും. ഇത്ര കാലം ഞാൻ രാത്രികളിൽ നമസ്കരിച്ചിരുന്നില്ല, ഈ റമദാനിൽ ഞാൻ പരിചയപ്പെടുന്ന ഒരു നിസ്കാരമുണ്ട്, ഈ റമദാനിൽ ഞാൻ വിടാതെ നിസ്കരിക്കുന്ന ഒരു നിസ്കാരമുണ്ട്. അത് തറാവിഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന, തഹജ്ജുദ്, വിത്ർ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന നിസ്കാരം. റമദാൻ അല്ലാത്ത മാസത്തിലും ഈ നിസ്കാരമുണ്ട്, അല്ലേ? പക്ഷേ നമ്മൾ മനസ്സിലാക്കണം, ഇതൊരു പരിചയപ്പെടലാണ്, ഇതൊരു ബന്ധമാണ്. അതുമായുള്ള ആ നിസ്കാരവുമായുള്ള ബന്ധം അവിടെ അങ്ങനെ തീരല്ല വേണ്ടത്, അവിടെ നിന്ന് അങ്ങനെ തുടരണം. ഇത് നമുക്കറിയാം, എനിക്കിത് പറ്റുന്നുള്ളതിന്റെ തെളിവാണ്. രാവിലെ മുതൽ വൈകുന്നേരം വരെ നോമ്പെടുത്ത്, ആ നോമ്പനുഷ്ഠിച്ച് അതിന്റെ ക്ഷീണം, നോമ്പ് തുറന്നതിന്റെ ക്ഷീണവും കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഇശാഇന്റെ ബാങ്ക് വിളി വരുമ്പോ വീട്ടിൽ നിന്ന് വുളൂ ചെയ്ത് ഇശാഇനെ ലക്ഷ്യമാക്കി നമ്മൾ പള്ളിയിലെത്തി തറാവീഹ് നമസ്കാരം പൂർത്തീകരിച്ച് വിത്തറടക്കം തീർത്ത് വീട്ടിലേക്ക് തിരിച്ചു വന്ന് രാത്രി 12 മണിയായാലും കുഴപ്പമില്ല എന്ന് തീരുമാനിക്കുന്ന നമുക്ക് ഇത് നടത്തി കൊണ്ടുപോകാൻ കഴിയുമെന്നതിന്റെ ഉദാഹരണമാണ്. നമ്മൾ തീരുമാനിച്ചാൽ നടക്കുന്നുള്ളതിന്റെ ഉദാഹരണമാണ് ഈ രാത്രി നിസ്കാരം. മനസ്സിലായോ? تتجافى جنوبهم عن المضاجع يدعون ربهم خوفا وطمعا مما رزقناهم ينفقون وطمعا مما رزقناهم ينفقون. വിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറയാണല്ലദീ, അവർ രാത്രികളിൽ അവർ കിടക്കപ്പായിൽ നിന്നവർ എഴുന്നേൽക്കുന്നവരാണ്, രാത്രിയിൽ അവർ നിസ്കരിക്കുന്നവരായിരിക്കും. അള്ളാഹിനോടുള്ള ഭയം കൊണ്ട്, ഖൗഫ് കൊണ്ട്, ആ ഖുശൂ കൊണ്ട് അവർ എഴുന്നേറ്റ് നിസ്കാരത്തിലേക്ക് പോകുന്നു. കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ.
അവർ രാത്രിയിൽ കുറച്ചു മാത്രമേ ഉറങ്ങുകയുള്ളൂ, വളരെ കുറച്ചേ പോലെ ഉറങ്ങുള്ളൂ. ദൈർഘ്യമായി നിസ്കരിക്കുന്നവരായിരിക്കും. നമസ്കാരത്തിൽ ആ രൂപത്തിൽ അവർ നമസ്കരിക്കുന്നവരായിരിക്കും, അല്ലേ സഹോദരങ്ങളെ? ഈ റമദാനിൽ നമ്മൾ നിർവഹിക്കുന്ന രാത്രി നമസ്കാരം, അതിലൂടെ നമ്മുടെ പാപങ്ങൾ കഴുകാൻ നമ്മൾ മാറുകയാണ്. ഇവിടെ നമ്മുടെ ഖൽബിനെ മാറ്റുകയാണ് റബ്ബ്. അല്ലാഹു പറഞ്ഞല്ലോ, മൻ ഖാമ റമദാന ഈമാനൻ വഹ്തിസാബാ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. മൻ ഖാമ റമദാൻ, ആരെങ്കിലും റമദാനിൽ നിന്ന് നമസ്കരിക്കുകയാണെങ്കിൽ ഈമാനം വഹ്തിസാബാ, ഈമാനോടുകൂടിയും ഇഹ്തിസാബോടുകൂടിയും, ഈമാനോടുകൂടി അതേ പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ടാരെങ്കിലും നമസ്കരിച്ചാൽ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ പാപങ്ങൾ അല്ലാഹു അതിലൂടെ പുറത്തു തരികയാണ്. പാപങ്ങൾ അല്ലാഹു കഴുകിക്കളയാം. ചെറിയ ചെറിയ പാപങ്ങളൊക്കെ ഈ നിസ്കാരം കൊണ്ട് കഴുകും. നമ്മുടെ ഖൽബ് നന്നാവും. ഈ മാറ്റം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കിട്ടുന്ന വലിയ അവസരമാണ്, വലിയ അവസരമാണ്. ഈ മാറ്റത്തിന്റെ ഇബാദത്തുകൾ, നമ്മുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുന്ന നന്മകൾ, ആ നന്മകളാണ് റമദാനുടനീളം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇത് റമദാനോടെ തീരുന്നതാണോ? അല്ല. റമദാൻ കഴിഞ്ഞാലും ഇത് ഞാൻ തുടരുമെന്ന പ്രതിജ്ഞ ഇപ്പൊ തന്നെ എടുക്കണം. വൈകുന്നേരം നാളെയാവാം, മറ്റന്നാളാവാം എന്നല്ല. ഇന്ന് തീരുമാനമെടുത്തിട്ട് ഈ റമദാനിൽ എന്താണോ ഞാൻ, അതാണ് റമദാൻ കഴിഞ്ഞാലും ഇനി റമദാനിന് ശേഷവും ഞാൻ എന്ന തീരുമാനം ഈ റമദാനിന്റെ 1-ാം തീയതി നമ്മൾ എടുക്കാൻ കഴിയാന്നുള്ളതാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, ഏറ്റവും പ്രധാനമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചു രാത്രി നിസ്കാരത്തിന്റെ കൂലിയും അതിന്റെ മഹത്വമൊക്കെ നമുക്കറിയാം. ഇമാമിന്റെ കൂടെ നിന്ന് നിസ്കരിച്ച് ഇമാമിന്റെ കൂടെ തന്നെ അതിന്റെ പൂർത്തിയാക്കിയാൽ രാത്രി മുഴുവൻ നിസ്കരിച്ചതിന്റെ പ്രതിഫലമുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് ആ പ്രതിഫലം നമ്മൾ നഷ്ടപ്പെടുത്തരുത്. അതുപോലെ തന്നെ പള്ളികളുമായുള്ള ബന്ധം, പള്ളിയുമായുള്ള നമ്മുടെ ബന്ധം സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തെ മാറ്റുന്നതാണ്, അല്ലേ? അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹയുമായി ചെറിയൊരു വഴക്കിട്ടു. പെരയിൽ സൗന്ദര്യപ്പണക്ക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിന്റെ അടുക്കലേക്ക് കയറി വന്നപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ മുഖം ഇങ്ങനെ കുറച്ച് അതിൻ്റെ ഒരു വിഷമം അങ്ങനെ മുഖത്തുണ്ട്. അള്ളാന്റെ റസൂലിനെ നോട്ടത്തിൽ നിന്ന് മനസ്സിലായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അലി എവിടെയാണ്? ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇവിടെ നിന്ന് പോയിണ്, എങ്ങോട്ടാ പോയി എന്നറിയില്ല. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ നടന്നു അങ്ങാടിയിലൂടെ. അലി റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ച് സ്വഹാബികളെ കണ്ടപ്പോൾ ചോദിച്ചു, എൻ്റെ മരുമകനെ കണ്ടിരുന്നോ അലീനെ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ മനസ്സിലേക്ക് വന്നു, അലി പള്ളിയിലുണ്ടാവും. നേരെ പള്ളി ചെന്ന് പള്ളിയിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്, കൈ തലയണയായി വെച്ച് പള്ളിയിൽ കിടക്കുന്നുണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ മാതിരി ടൈൽസ് ഒട്ടിച്ച പള്ളിയല്ലല്ലോ, മണലല്ലേ. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യാ അബാ തുറാബ്, മണ്ണിൻ്റെ മോനെ എണീക്ക്. മണ്ണിൻ്റെ മോനെ വെച്ചാൽ മണ്ണിൽ കിടക്കുന്നവനെ എന്നുള്ള അർത്ഥത്തിലാണ് റസൂലുള്ളാഹിൻ്റെ പ്രയോഗം. എണീക്ക് അവിടുന്ന്. എൻ്റെ കുപ്പായത്തിലെ മണ്ണൊക്കെ ഒന്നിങ്ങനെ തട്ടിക്കൊടുത്തിട്ട് റസൂലുള്ള തോളത്ത് ഇങ്ങനെ കൈയിട്ടിട്ട് പറഞ്ഞു, എൻ്റെ ഭാര്യ എന്നെ കാത്തവിടെ ഇരിക്കുന്നുണ്ട്, വിഷമത്തിലാണ്, വേജില്ലേ. റസൂൽ പറഞ്ഞേക്ക. അമ്മോശൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം. വിഷയം മാറിപ്പോവും, അതുകൊണ്ട് എനിക്ക് കയറുന്നില്ല. അവിടെ സ്വഹാബികളുടെ ഒരു ഇടപെടൽ എന്താണെന്നറിയാതെ ഈ വിഷയം പറയാനുള്ള കാരണം, എന്ത് പ്രശ്നം അവർക്കുണ്ടെങ്കിലും ഒരു ആശ്വാസം കണ്ടെത്താൻ അവരവിടെ പോകും, പള്ളിയിൽ ചെന്ന് കിടക്കും. പെരീന്ന് തെറ്റോലും പള്ളിയിൽ, അങ്ങാടിയിൽ എന്തെങ്കിലും ചെറിയൊരു കച്ചവടത്തിലൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നേരെ പള്ളിയിൽ വരും. പള്ളിയുമായി അവരുടെ ബന്ധം അവർ ഊട്ടിയുറപ്പിക്കുമായിരുന്നുള്ള. ഇത് റമദാനിൽ മാത്രം ഉണ്ടാകുന്ന ഒരു സംഭവമല്ല. അല്ലാത്ത മാസങ്ങളിലും നമ്മൾ നമ്മുടെ ഇബാദത്തുകൾക്ക് നമ്മൾ പള്ളിയിലെത്തുന്നത് എത്ര ദിവസങ്ങൾ സഹോദരങ്ങളെ, ഒരു ജമാഅത്ത് മുടങ്ങാതെ നമ്മൾ പള്ളിയിലെത്താറുണ്ട്. നമ്മൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കിയേ. റമദാനിൽ മാത്രമല്ല, നമ്മൾ റമദാനിയത്തിന്റെ ആൾക്കാരായി മാറലല്ലോ, റബ്ബാനിയകളായി മാറണം. അള്ളാന്റെ കക്ഷിയായി നമ്മൾ മാറണം, റബ്ബിന്റെ ആളുകളായി നമ്മൾ മാറണം. അപ്പോൾ റമദാനല്ല, റമദാനിന് ശേഷവും റമദാനിന് മുമ്പും എന്റെ ജീവിതം പള്ളിയുമായി ബന്ധമുണ്ടായിരുന്നു. അതില്ലെങ്കിൽ ഇതിലൂടെ ഞാൻ മാറുകയാണ്.
ഈ റമദാനിൽ ഞാൻ പള്ളിയിലുണ്ട് ജമാഅത്തുകൾക്ക്, റമദാൻ തീർന്നാലും ഞാൻ ജമാഅത്തുകൾക്ക് പള്ളിയിലുണ്ടാകുമെന്ന ആ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ തിരിച്ചെത്തുക എന്നുള്ളതാണ്. ഇത് മാറാനുള്ള ദിവസങ്ങളായി ഇതിനെ കാണാം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുന്ന ദിവസമാണ് നമ്മുടെ മുന്നിൽ വരാനുള്ള ഈ ദിനരാത്രങ്ങൾ. നമ്മൾ ദാനധർമ്മങ്ങൾ അധികരിപ്പിക്കാം. നമ്മൾ കൊടുക്കും, ഇല്ലെങ്കിലും നമ്മൾ ഉള്ളതെടുത്തു കൊടുക്കും അല്ലേ? പള്ളിക്ക് വേണ്ടി കളക്ഷന് വേണ്ടി വരുന്ന ആളുകൾ, മദ്രസയ്ക്ക് വേണ്ടി കളക്ഷൻ ആവശ്യപ്പെട്ട് വരുന്ന ആളുകൾ, ദഅവ ഫണ്ടുമായി വരുന്നവർ, ജീവകാരുണ്യ പ്രവർത്തനത്തിന്റെ മേഖലയുമായി നമ്മളിലേക്ക് സഹായം അഭ്യർത്ഥിച്ചു വരുന്നവർ, എല്ലാവർക്കും നമ്മൾ കൊടുക്കും റമദാനില്. എന്തേ? ശഹ്റുൻ മുബാറകുൻ, അനുഗ്രഹത്തിന്റെ മാസമാണ്, ബർക്കത്തുള്ള മാസമാണ്. എന്ത് കൊടുത്താലും ഇരട്ടി പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നതെങ്കിൽ സഹോദരങ്ങളെ, ഈ റമദാനിൽ നമ്മൾ ശീലിക്കുകയാണ് ദാനധർമ്മം. ഇതൊരു മാറ്റമാണ്. ഇത് നമ്മുടെ ജീവിതത്തിൽ വർഷത്തിൽ ഒരിക്കൽ കിട്ടുന്ന മാറ്റമാണ്. ഈ മാറ്റം റമദാനിന് ശേഷവും തുടർന്നാൽ ദാനധർമ്മത്തിന്റെ ഫضലുകൾ അറിഞ്ഞുകൊണ്ട് പാവപ്പെട്ടവന്റെ വിഷമം തീരാൻ വേണ്ടി എന്റെ പോക്കറ്റിലുള്ള പണം ഞാൻ എടുത്തു കൊടുത്താൽ റബ്ബിന്റെ കോടതിയിൽ എനിക്ക് കിട്ടുന്ന പ്രതിഫലത്തിന്റെ വലുപ്പം അത് വിശാലമാണെന്ന് ബോധ്യപ്പെടുന്ന ആളുകളാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അല്ലാഹു തന്നതിനെ അൻഫിഖൂ മിമ്മാ റസഖനാകും മിൻ ഖബ്ലി അൻ യഅതിയ അഹദകുമുൽ മൗത്ത്, നിങ്ങളുടെ മരണം നിങ്ങളുടെ തൊണ്ടക്കുഴിയെ പിടികൂടുന്നതിന് മുമ്പ് അല്ലാഹു നിങ്ങൾക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെ നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കണമെന്ന് പരിശുദ്ധ ഖുർആൻ. നിങ്ങൾ ചെലവഴിക്കണം, അത് സമ്പത്ത് പെടും. സഹോദരങ്ങളെ, ആരോഗ്യം അല്ലാഹു തന്ന അനുഗ്രഹമാണ്, ഒഴിവ് സമയം അല്ലാഹു തന്ന അനുഗ്രഹമാണ്, നമ്മുടെ സമ്പത്ത് അല്ലാഹു തന്ന അനുഗ്രഹമാണ്. ഈ അനുഗ്രഹങ്ങളൊക്കെ റബ്ബിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചാൽ, ഈ അനുഗ്രഹങ്ങളൊക്കെ അല്ലാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവിട്ടാൽ ഇത് റബ്ബിന്റെ കോടതിയിൽ കൂമ്പാരമായി നമുക്ക് നന്മകളായി രേഖപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് ദാനധർമ്മത്തെ ശീലിച്ച് നമ്മൾ ഒരു പുതിയ വ്യക്തിയായി, പുതിയ ധർമ്മിഷ്ഠനായി മാറുന്ന ഒരു വ്യക്തിയായി നമ്മൾ ഇവിടെ മാറുകയാണ്. നമ്മുടെ സമ്പത്തിൽ നിന്ന് കൊടുക്കുന്നതിനനുസരിച്ച് അല്ലാഹു നമ്മുടെ സമ്പത്തിലേക്ക് ബർക്കത്ത് തന്നുകൊണ്ടിരിക്കും. നമ്മൾ കൊടുത്താൽ അല്ലാഹു ഇത് ഇരട്ടിപ്പിച്ചു തരും. നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, അതിന്റെ സംരക്ഷണം, ദാനധർമ്മത്തിന്റെ സംരക്ഷണം അല്ലാഹു ഏറ്റെടുത്തതാണ്. അതല്ലാഹു കൃത്യമായി ആ പ്രതിഫലം സംരക്ഷിക്കുകയും പരലോകത്തെത്തുമ്പോ ആ സ്വതക്ക ചെയ്തതിന്റെ, ദാനം ചെയ്തതിനെ അല്ലാഹു ഇരട്ടിപ്പിച്ച് അതിന്റെ പുണ്യങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൂലിങ്ങനെ കൂട്ടിക്കൂട്ടി ദാനം കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് അത് നമ്മൾ കൃത്യമായി റമദാനിൽ ചെയ്യാറുണ്ട്. അവിടെ നമ്മൾ മാറണം. ഇതൊരു മാറ്റാണ് അല്ലേ? ബക്കറ്റ് പിരിവുക്ക് വെള്ളിയാഴ്ച ബക്കറ്റായിട്ട് നമ്മളെ മുന്നിൽ ഒരാൾ, അല്ലെങ്കിൽ പള്ളിന്റെ മുന്നിൽ ഇറങ്ങുന്ന സമയത്ത് ഒരു ബക്കറ്റ് ഉണ്ടാവുമല്ലോ, അതിലിങ്ങനെ തപ്പി 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 തെരഞ്ഞിട്ട് ഒരു 5 ഉറുപ്യ എട്ടിയാൽ നമ്മളെ കാണും അല്ലേ? 5 ഉറുപ്യ. എന്നാ നോമ്പിനോ റമദാനായാലോ നമ്മൾ പരമാവധി വലിയ നോട്ട് തന്നെ കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാറുണ്ട്. അവിടെ ഒരു മാറ്റാണ്, അതൊരു പരിവർത്തനാണ് അല്ലേ? പാവപ്പെട്ടവന്റെ വിഷമം കാണുമ്പോ, ബുദ്ധിമുട്ട് കാണുമ്പോ എടുത്തു കൊടുത്താൽ വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമൻ വഅസീറാ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. നിങ്ങൾ വിശ്വാസികളെ കുറിച്ച് അല്ലാഹു പറഞ്ഞതാ, യുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമൻ വഅസീറാ. ഭക്ഷണത്തിനോട് താല്പര്യമുള്ള സമയത്ത് അവരെടുത്തു കൊടുത്തു. ഭക്ഷണത്തിനോട് താല്പര്യമുണ്ട്, അത് കഴിക്കാനിരിക്കുമ്പോഴാണ് ഒരു അതിഥി വന്നത്, ഒരു അനാഥ വന്നത്, ഒരു തടവുകാരൻ കയറി വന്നത്. ഉള്ളത് ഞാൻ എടുത്തു കൊടുത്തു. ഓന്റെ വിശപ്പോ നോക്കിയില്ല, ഓന്റെ പ്രയാസം നോക്കിയില്ല, ഓന്റെ സാമ്പത്തികമായ അവന്റെ ആവശ്യങ്ങൾ ആ സമയത്ത് അവൻ നോക്കിയില്ല. നാളെയല്ലേ, അത് നാളെ പരിഹരിക്കാമെന്ന നിലക്ക് ഉള്ളതില്ലെന്ന് അവൻ എന്ത് ചെയ്തു?
വീതിച്ചു കൊടുത്തു. കൊടുക്കുമ്പോൾ എൻ്റെ മനസ്സിലെ നിയ്യത്തെന്താ? ഇത് ഞാൻ നിനക്ക് തന്നത് നിന്നിൽ നിന്നൊരു നന്മ ഞാൻ ആഗ്രഹിച്ചിട്ടല്ല, മറിച്ച് ഇന്നാ നഖാഫു മിൻ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ. അതേ, ഈ ഭക്ഷണം ഞാൻ നിനക്ക് തന്നത് എന്റെ റബ്ബിന്റെ അടുക്കൽ മുഖം ചുളിഞ്ഞു പോകുന്നൊരു ദിവസം വരാനുണ്ട്. പേടിച്ചരണ്ട മുഖവുമായി റബ്ബിന്റെ കോടതിയിലേക്ക് എത്തുന്നൊരു ദിവസം വരാനുണ്ട്. ആ ദിവസം വരെ, അന്നത്തെ ദിവസം എനിക്ക് റബ്ബിനോട്, റബ്ബിന്റെ അടുക്കൽ നിന്ന് പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ടാണ് ഞാൻ നിനക്കത് തന്നത്. ഇത് തന്നതിന്റെ പേരിൽ ഈ ഭൂമിയിൽ നിന്ന്, നാളെ പരലോകത്ത് ഈ ഭൂമിയിൽ നിന്ന് ഒന്നും ഞാൻ നിന്നോട് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ കൊടുക്കാൻ പറ്റാന്നുള്ളതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഭക്ഷണം കൊടുത്ത സ്വഹാബികളുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? റസൂലുള്ളാഹിന്റെ സദസ്സിൽ സ്വഹാബികൾ ഇങ്ങനെ വട്ടത്തിലിരിക്കുക, ദീന് കേൾക്കാൻ വേണ്ടി അവർ സദസ്സിലിരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ക്ലാസ് ഒക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ഒരു സഹാബി എഴുന്നേറ്റ് നിന്നിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഇന്ന് ഞാൻ നിങ്ങളുടെ വീട്ടിലെ അതിഥിയായി വരിക, നിങ്ങളെ വീട്ടിലെ അതിഥിയാണ് ഞാൻ. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ എന്ന് തലയാട്ടിയെങ്കിലും റസൂലുള്ളാഹിന്റെ മനസ്സിലൊരു വിഷമമുണ്ട്. അതിഥിയായി വരുന്ന സ്വഹാബിക്ക് ഭക്ഷണമായി എന്തെങ്കിലും കൊടുക്കണമല്ലോ, അതിനിപ്പോ പെരിയിലൊന്നും ഇല്ല എന്നുള്ളതാണ് വിഷമം. അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറച്ച് സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ ഏതെങ്കിലും ഒരു ഭാര്യയുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ഭക്ഷണം ഉണ്ടോ എന്നൊന്ന് അന്വേഷിക്കൂ. സ്വഹാബികൾ അന്വേഷിച്ചു. തിരിച്ചു വന്നിട്ട് പറഞ്ഞു, റസൂലെ, ഒന്നുമില്ലല്ലോ നബി, ഇല്ലൽ മാ, വെള്ളമല്ലാത്തതൊന്നും അവിടെ അല്ല, ഇനി എന്താ ചെയ്യുക? അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പതുക്കെ തലതാഴ്ത്തിയിരിക്കുക. റസൂലുള്ളാഹിന്റെ നേരെ മുന്നിൽ ഇരിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവാണ്. ഇരിക്കുന്ന റസൂലും എല്ലാം തല പൊക്കി അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നോക്കി. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് മനസ്സിലായി, കൊണ്ടുപോകുമോ അബൂബക്കറെ എൻ്റെ അതിഥിയെ നിന്റെ വീട്ടിലേക്ക് എന്ന നോട്ടാണ് റസൂലുള്ളാഹിന്റെ നോട്ടം. ഇത് മനസ്സിലായ അബൂബക്കർ റളിയല്ലാഹു അൻഹു മെല്ലാണ് തലാത്തി. അടുത്തിരിക്കുന്ന സഹാബിയിലേക്ക് റസൂൽ ഒന്ന് നോക്കുകയാണ്. ഈ രംഗങ്ങനെ കണ്ടപ്പോൾ അബൂ ത്വൽഹത്തുൽ അൻസാരി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, റസൂലേ, ഞാൻ കൊണ്ടേക്കോളാം നബിയെ. റസൂലേ, നിങ്ങളെ അതിഥീനെ ഞാൻ ഏറ്റെടുത്തോളാം. അബൂ ത്വൽഹക്ക് അറിയില്ലായിരുന്നു സഹോദരങ്ങളെ വീട്ടിലെ അവസ്ഥ എന്താണെന്നൊന്നും അബൂ ത്വൽഹക്ക് അറിയില്ല. പക്ഷെ റസൂലിൻ്റെ ആ വിഷമം കണ്ടപ്പോഴേ അതിൻ്റെ ഏറ്റെടുത്തു. അള്ളാഹിൻ്റെ റസൂലുള്ളാഹിൻ്റെ അതിഥീനെ കൊണ്ടുപോകാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, റസൂൽ അന്ന് എന്നെ നോക്കിയപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ദിവസങ്ങളായി പട്ടിണി കിടക്കുന്ന എൻ്റെ ഭാര്യയുടെ മുന്നിലേക്ക് ഞാൻ എങ്ങനെ കൊണ്ടുപോകാൻ എൻ്റെ റസൂലിൻ്റെ അതിഥീനെ? അതുകൊണ്ടാണ് ഞാൻ തല താഴ്ത്തിയതെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പിന്നീട് പറയണതാണ് ചരിത്രത്തിൽ. എല്ലാം കൊണ്ടുപോയി അബൂ ത്വൽഹാന്റെ കൈ പിടിച്ചുകൊണ്ട് ഏൽപ്പിച്ചു റസൂലുള്ളാഹി. വീട്ടിലേക്ക് ചെന്നിട്ട് അതിഥീനെ അവിടെ പിടിച്ചിരുത്തി. അടുക്കളയിലേക്ക് ഓടി ചെന്നിട്ട് ഭാര്യനോട് പറഞ്ഞു, റസൂലുള്ളാഹിന്റെ അതിഥീനും കൊണ്ടാണ് ഞാൻ വന്നിട്ടുള്ളത്, നമ്മളെ അതിഥിയല്ല, റസൂലിൻ്റെ അതിഥിയാ, കൂടുതൽ പരിഗണിക്കണം. എന്തവിടെ ഉള്ളതെന്നാ ചോദിക്കണം, എന്തവിടെ ഉള്ളത്? ഒരു പാത്രത്തിൽ ഗോതമ്പിൻ്റെ ഭക്ഷണം, അതിങ്ങനെ ചെരിച്ച് കാണിച്ചു കൊടുത്തിട്ട് അബൂ ത്വൽഹത്തുൽ അൻസാരി പറഞ്ഞതാ. അബൂ ത്വൽഹനോട് ഭാര്യ പറയുകയാണ്, അതന്നെ ഉള്ളൂ ഇവിടെ, മക്കൾ ഉണർന്നാൽ ഇത് മക്കൾക്ക് കൊടുക്കാനുള്ള, എന്താ നമ്മൾ ചെയ്യുക? അബൂ ത്വൽഹത്തുൽ അൻസാരി പറഞ്ഞു, ഉള്ളത് ആ പാത്രത്തിൽ വിളമ്പി, മക്കൾക്ക് ഉണർന്നിട്ടല്ലേ, മക്കൾക്ക് അപ്പം കൊടുക്കുക, എന്തെങ്കിലും ചെയ്യാം. ഉള്ളത് അതിഥീനെ തൃപ്തിപ്പെടുത്തണം, ഉള്ളത് ആ പാത്രത്തിൽ വിളമ്പി. രണ്ടാൾക്കും കൂടി കഴിക്കാനുള്ള ഭക്ഷണം ഇല്ല. അതിഥി വന്നാൽ അതിഥിൻ്റെ കൂടെ ആതിഥേയനും ഇരിക്കുക എന്നുള്ളൊരു മര്യാദ ഉണ്ടല്ലോ, ആ മര്യാദക്ക് വേണ്ടിയെങ്കിലും ഒന്ന് കൂടെ ഇരുന്ന് ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിച്ച് ശീലിച്ച സ്വഹാബത്ത് ഒരു പാത്രത്തിൽ രണ്ടാളും കൈയിട്ട് കഴിക്കണം എന്നുള്ള ആ ഒരു ചിന്തയിൽ കൂടെ ഇരിക്കണമല്ലോ എന്നുള്ള നിയ്യത്തിലാണ്. പക്ഷേ രണ്ടാൾക്കും അത് തികയില്ല. ഭാര്യനോട് പറഞ്ഞുള്ളത് ഈ പാത്രത്തിൽ വിളമ്പ്, ഒരു കാര്യം ചെയ്യാം, നീ ആദ്യം പാത്രം വെക്കണം കൊണ്ടുപോയിട്ട്, രണ്ടാമത് നീ വിളക്ക് വെക്കണം, തിരിച്ചിട്ട് പോരുമ്പോൾ വിളക്ക് വെച്ചിട്ടുണ്ട് പോരും, എണ്ണ തീർന്നിട്ട് കെട്ടതാണെന്ന് മൂപ്പര് വിചാരിച്ചോളും, ഞാൻ ആ പാത്രത്തിൽ വെറുതെ അവിടെ കൈയിട്ടിരുന്നോളാം, ഉള്ള ഭക്ഷണം അതിഥി കഴിക്കട്ടെ എന്നാണ് തീരുമാനിക്കുക. ഇതാണ് അബൂ ത്വൽഹത്തുൽ അൻസാരി, ഇതാണ് സ്വഹാബത്ത്. ഉള്ള ഭക്ഷണം അതിഥി കഴിച്ചു. പിറ്റേ ദിവസം സുബഹിന്റെ ജമാഅത്തിന് വിശന്നൊട്ടിയ വയറുമായി അബൂ ത്വൽഹ പള്ളിയിലുണ്ട്. പ്രിയമുള്ളവരെ, അബൂ ത്വൽഹത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു പള്ളിയിൽ ഇരിക്കുമ്പോ സുബഹിന്റെ ക്ലാസും കഴിഞ്ഞ് നിസ്കാരവും കഴിഞ്ഞ്
സുബഹിയിലെ റസൂലുള്ളാഹിന്റെ ദർസ് കഴിഞ്ഞിരിക്കുമ്പോ അബൂ ത്വൽഹയ്ക്ക് അറിയണം, ഇന്നലെ ഞാൻ ചെയ്ത പുണ്യകർമ്മത്തിന്റെ കൂലി എത്രയുണ്ടെന്ന് അറിയണം. അത് റസൂലിനോടൊന്ന് പങ്കുവെക്കാൻ വേണ്ടി എഴുന്നേൽക്കുകയാണ് അബൂ ത്വൽഹ. റസൂലുള്ളാഹിനോട് സ്വകാര്യമായി ഒന്ന് ചോദിക്കണം. അതിനുവേണ്ടി എഴുന്നേറ്റപ്പോ അബൂ ത്വൽഹയെ കണ്ടപ്പോ റസൂലുള്ളാഹി എഴുന്നേറ്റ് നിന്നു. എന്നിട്ട് അടുത്തേക്ക് വിളിച്ചിട്ട് അബൂ ത്വൽഹാന്റെ ഷോൾഡറിലേക്ക് ഇങ്ങനെ തട്ടിക്കൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞൊരു വാക്കുണ്ട്, അബൂ ത്വൽഹ, നീ ഇന്നലെ കാണിച്ച ആതിഥ്യ മര്യാദ കണ്ട് അല്ലാഹ് പോലും സന്തോഷിച്ചു മോനെ അബൂ ത്വൽഹ, അല്ലാഹ്ക്ക് പോലും ആനന്ദമായി അബൂ ത്വൽഹ എന്ന് മഹാനായ അബൂ ത്വൽഹത്തുൽ അൻസാരിയോട് റസൂലുള്ളാഹി പറഞ്ഞപ്പോ അബൂ ത്വൽഹ റസൂലിനോട് സലാം പറഞ്ഞിട്ട് പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ചാടുകയാണ്. എന്നിട്ട് ഓടുകയാണ് വീട്ടിലേക്ക്. എന്റെ സന്തോഷത്തിന്റെ അശ്രുഗണങ്ങൾ ഒലിപ്പിച്ചുകൊണ്ട് വീട്ടിലേക്ക് ഓടുകയാണ്. എന്തിനാണെന്നറിയോ? ഈ സന്തോഷം ഭാര്യയോട് പറയാൻ വേണ്ടി പോവുകയാണ് അബൂ ത്വൽഹ. ആരായിരുന്നു അബൂ ത്വൽഹ എന്നറിയോ നിങ്ങള്? ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ സഹോദരനും ഇഷ്ടപ്പെട്ടാലേ നിങ്ങൾ മുഅ്മിനാവുകയുള്ളൂ എന്ന പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് അവതീർണമായ അന്ന് ബൈറുഹ എന്ന തോട്ടം തന്റെ കുടുംബങ്ങൾക്ക് വിഹിതിച്ചു കൊടുത്ത വ്യക്തിയാണ് അബൂ ത്വൽഹത്തുൽ അൻസാരി. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, റസൂലെ, എനിക്ക് ഇഷ്ടപ്പെട്ടതിന്റെ ബൈറുഹ എന്ന തോട്ടാണ്, ഞാൻ എന്താ ചെയ്യണ്ടേ? അള്ളാഹ് റസൂൽ പറഞ്ഞു, ആദ്യം കുടുംബത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ നീ പരിഗണിക്കണം. വിഹിതിച്ചണ് കൊടുത്തു. അവരാണ് സ്വഹാബത്ത്. സഹോദരങ്ങളെ, പോക്കറ്റിൽ ഉള്ളത് എടുത്തു കൊടുക്കാൻ മടി കാണിക്കാത്ത മനസ്സ് വേണം. ഇവിടെ എന്താരോ കൊടുത്തു എന്നുള്ളതല്ല പ്രശ്നം, കൊടുക്കാനുള്ളൊരു മനസ്സുണ്ടല്ലോ. കുറെ ഉണ്ട് നമ്മളെ കയ്യിൽ, പൈസ കുറെ ഉണ്ടായിട്ട് കാര്യമില്ല. അള്ളാന്റെ അടുക്കൽ ഏറ്റവും സംരക്ഷണത്തിലുള്ള ആളുകൾ, അല്ലെങ്കിൽ അള്ളാഹു പുണ്യങ്ങൾ വർദ്ധിപ്പിച്ചു കൊടുക്കുന്ന സമ്പത്തിൽ വർധനവ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ കൊടുക്കണോരാണ് സഹോദരങ്ങളെ, കൊടുക്കണോരാണ്. അതുകൊണ്ട് ഈ റമദാനിൽ നമ്മൾ കൊടുക്കലുണ്ട്. ഈ റമദാനിലെ ഈ കൊടുതി ഇത് നമുക്ക് കിട്ടിയൊരു അവസരമാണ്. ഇതങ്ങനെ തുടരാം. ഉള്ളേന്ന് കൊടുക്കുക, കൂടുതലല്ല, എത്ര ഉള്ള എന്ന് കൊടുക്കുക. സമ്പന്നരായ ആളുകൾ പ്രത്യേകിച്ച് ഈ വാചകം എന്ത് ചെയ്യണം? അടിവരടണം. നമ്മളെ വാഹനം നിർത്താൻ വീട്ടുമുറ്റത്ത് സ്ഥലമല്ല, നമ്മളെ വീടിന്റെ ചുമരും വീടിന്റെ മതിലൊക്കെ അതിന്റെ അത്രയും വിശാലതയിലാണ്. എല്ലാം ഉണ്ട്. ചോദിച്ചു വരുന്നവർക്ക് കൊടുക്കുക 10 ഉറുപ്പ്യ. ഇല്ലാത്തവൻ 10 ഉറുപ്പ്യ കൊടുക്കാം, ഇല്ലാത്തവന്റെ ഉള്ളതിനനുസരിച്ച് കൊടുക്കുക. ഉള്ളത് എത്രയാണോ അതിൽ നിന്ന് അതിനനുസരിച്ച് ദാനം ചെയ്യാം. അപ്പോൾ അള്ളാഹു അതിനനുസരിച്ച് ഇരട്ടി തരുള്ളൂ. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകുമാറാവട്ടെ. അതുപോലെ തന്നെ റമദാനിൽ നമ്മൾ പരിശീലിക്കുന്ന തഖ്വ. നേരത്തെ പറഞ്ഞല്ലോ സഹോദരങ്ങളെ, എന്താണ് തഖ്വ? മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്, ഉമറേ, നീ നടന്നു പോകുന്ന വഴിയിൽ മുള്ളുകൾ നിറഞ്ഞ വഴിയാണെങ്കിൽ, മുള്ളുകൾ നിറഞ്ഞു നിൽക്കുന്ന വഴിയിലൂടെയാണ് നീ നടന്നു പോകുന്നതെങ്കിൽ, ഉമറേ, നീ എങ്ങനെയായിരിക്കും നടക്കുക എന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ചോദിക്കുകയാണ്. ആ സമയത്ത് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉബയ്യേ, ഉശമ്മിസു അൻസാഖി, ഞാൻ എന്റെ കാലിലേക്ക് നോക്കും ഉബയ്യേ, എന്റെ മുണ്ട് ഞാൻ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കും. എന്നിട്ട് അൻദുറു ഇലാ ഖദമി, എന്റെ കാലിലേക്ക് ഞാൻ നോക്കും ഉബയ്യേ. എന്നിട്ട് മുള്ളില്ലാത്ത സ്ഥലം നോക്കി ശ്രദ്ധയോടുകൂടി ഞാൻ കാലെടുത്ത് വെച്ച് നടക്കും ഉബയ്യേ. ഈ വർത്തമാനം കേട്ട ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബിനോട് പറയുകയാണ്, എങ്കിൽ ഉമറേ, അതാണ് ഉമറേ തഖ്വ എന്ന് പറഞ്ഞാൽ, കാലിൽ മുള്ളുകുത്താതിരിക്കാൻ നീ എത്ര സൂക്ഷിച്ച് കാല് വെക്കുന്നുവോ, നീ എന്തൊക്കെ സൂക്ഷ്മത നീ കാണിക്കുന്നുവോ, അതാണ് തഖ്വ എന്ന് പറഞ്ഞാൽ. ആ സൂക്ഷ്മത റബ്ബിനെ സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഉണ്ടാകുമ്പോ അത് തഖ്വയായി നാളെ റബ്ബിന്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കുന്ന തഖ്വയായി അത് മാറുന്നു. നമ്മുടെ കണ്ണിന് റമദാനിൽ തഖ്വയുണ്ടല്ലോ, നമ്മുടെ കണ്ണ് നമ്മൾ സൂക്ഷിക്കുന്നുണ്ടല്ലോ, നമ്മുടെ കാതുകൾ ഹറാം കേൾക്കാതെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടല്ലോ, നമ്മുടെ നാവ് ഹറാം സംസാരിക്കാതെ നമ്മൾ സൂക്ഷിക്കുന്നുണ്ടല്ലോ. പ്രിയമുള്ളവരെ, ഈ സൂക്ഷ്മത എല്ലാ സന്ദർഭത്തിലും ഉണ്ടാവണം. ഈ സൂക്ഷ്മത പരിശീലിക്കുകയാണ് റമദാനിലൂടെ.
ഈ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിൽ തുടർച്ചയായ മാറ്റമായി മാറാൻ വേണ്ടി നമ്മൾ പ്രതിജ്ഞയെടുക്കണം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, അൽ ഐനാനി സിനാഹുമാ അന്നദുർ, അൽ ഐനാനി സിനാഹുമാ അന്നദുർ. ഹറാമായത് കാണുക എന്ന് പറഞ്ഞാൽ അത് കണ്ണുകൊണ്ടുള്ള വ്യഭിചാരമാണ്. കണ്ണുകൊണ്ടുള്ള വ്യഭിചാരം ഹറാം കാണലാണ്. അൽ ലിസാനി സിനാഹുമാ, അതേ നാവ് കൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അൽ കലാം, ഹറാം സംസാരിക്കലാണ്. കാതുകൊണ്ടുള്ള വ്യഭിചാരം എന്ന് പറഞ്ഞാൽ അൽ ഇസ്തിമാ, ഹറാം കേൾക്കലാണ്. ഈ കേൾവിയും ഈ കാഴ്ചയും ഈ സംസാരവും ഒക്കെ റമദാനിൽ നമ്മൾ നിയന്ത്രിക്കാറുണ്ട്, റമദാനിൽ നമ്മൾ സൂക്ഷിക്കാറുണ്ട്, നമ്മുടെ മനസ്സിനെ നമ്മൾ നിയന്ത്രിക്കാറുണ്ട്. ഈ നിയന്ത്രണം ലഭിക്കുകയാണ് ഈ തഖ്വയിലൂടെ, ഈ റമദാനിലൂടെ. എങ്കിൽ അള്ള പഠിപ്പിക്കുന്ന വചനം നോക്കൂ നിങ്ങൾ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അൻഫാലിലെ 53-ാമത്തെ വചനത്തിൽ അള്ള പഠിപ്പിക്കുകയാണ്, ذَلِكَ بِأَنَّ اللَّهَ لَمْ يَكُنْ مُغَيِّرًا نِعْمَةً أَنْعَمَهَا عَلَى قَوْمٍ حَتَّى يُغَيِّرُوا مَا بِأَنفُسِهِمْ. തഖ്വയുടെ കാര്യത്തിൽ ഒരാൾ മാറ്റം വരുത്തിയാൽ, ജീവിതത്തിൽ സൂക്ഷ്മത കൈവരിച്ചുകൊണ്ട് ജീവിച്ച റമദാൻ, ഈ തഖ്വ സൂക്ഷിച്ച റമദാൻ, ഈ തഖ്വയിൽ ഒരാൾ മാറ്റം വരുത്തുകയാണ്. അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചു പോരുന്നതിനിടയിൽ, ആ ജീവിതങ്ങളെ ജീവിച്ചു പോരുന്നതിനിടയിൽ പെട്ടെന്നതാ തന്റെ ജീവിതത്തിൽ തഖ്വ നഷ്ടപ്പെടുത്തിക്കൊണ്ട് തോന്നിയ പോലെ തന്റെ ഹവക്കനുസരിച്ചു കൊണ്ടൊരാൾ ജീവിക്കുകയാണെങ്കിൽ അവന്റെ കാര്യത്തിൽ അല്ലാഹു പറയുന്നു, ആ വിഷയത്തിൽ അവൻ മാറ്റം വരുത്തുകയാണെങ്കിൽ അവന്റെ കാര്യമല്ല പഠിപ്പിക്കുന്നത്, അല്ലാഹു നിഅമത്തുകൾ അവനിൽ നിന്ന് എടുത്തു കളയും. അവൻ അല്ലാഹു കൊടുത്ത നിഅമത്തുകളെ റബ്ബവനിൽ നിന്ന് എടുത്തു കളയും. അല്ലാഹുവിന്റെ കാരുണ്യത്തെ തൊട്ടവൻ അകന്നു പോകും. സഹോദരങ്ങളെ, അതുകൊണ്ട് തഖ്വയുള്ള ആളുകളായി, സൂക്ഷ്മതയുള്ള ആളുകളായി നമ്മൾ മാറിയാൽ ഇഹലോകത്തും പരലോകത്തും നമുക്ക് രക്ഷപ്പെടാം. അല്ല പഠിപ്പിക്കുന്ന വചനം നമുക്ക് കാണാം, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജാ. ആരാണോ തഖ്വയോടുകൂടി ജീവിക്കുന്നത്, സൂക്ഷ്മത കൈവരിച്ചുകൊണ്ട് ഭയഭക്തിയോടുകൂടി അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാരാണോ, യജ്അൽ ലഹു മഖ്റജാ, അല്ലാഹു അവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾക്ക് റബ്ബ് പോംവഴി നൽകുന്നതാണ്. അവന്റെ മനസ്സിന് വിശാലത ലഭിക്കുന്നതാണ്. അവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ അല്ലാഹു അകറ്റിക്കൊടുക്കുന്നതാണ്. സൂറത്തു ത്വലാഖിലെ 4-ാമത്തെ വചനത്തിൽ അല്ലാഹു തുടർന്ന് പഠിപ്പിക്കുന്നത്, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ. ആരാണോ തഖ്വയോടുകൂടി ജീവിക്കുന്നത്, ഈ പറയപ്പെട്ട രൂപത്തിൽ എന്റെ റബ്ബിനെ ഞാൻ സൂക്ഷിക്കുന്നു, ഒറ്റക്കൊരു റൂമിലിരുന്നാലും, ഒറ്റക്കൊരു റൂമിൽ ഞാൻ ഒരുമിച്ചിരുന്നാൽ ഞാൻ ആരുടെ കൂടെയുമല്ല, എന്റെ ഭാര്യയുടെ കൂടെയല്ല, ഭർത്താവിന്റെ കൂടെയല്ല, എന്റെ കുടുംബങ്ങളുടെ കൂടെയല്ല, കൂട്ടുകാരുടെ കൂടെയല്ല, ഞാൻ എന്റെ റൂമിൽ ഞാൻ ഒറ്റക്കാണ്, എന്റെ കയ്യിൽ ഫോണുണ്ട്, ഹറാമ് കാണാനുള്ള എല്ലാ ചാൻസുകളുമുണ്ട്, ഹറാമ് കേൾക്കാനുള്ള ചാൻസുകളുണ്ട്, ഹറാമായ വൃത്തികെട്ട സെക്സ് വീഡിയോകൾ വരെ ആസ്വദിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള എല്ലാ ചാൻസുകളും മുന്നിൽ കിട്ടുന്ന സമയത്ത് എന്റെ റബ്ബ് എന്നോട് വിലക്കിയതാണിത്, ഞാനിത് ചെയ്യാൻ പാടില്ല എന്ന് എന്റെ റബ്ബിനെ ഭയന്നുകൊണ്ട് ഞാൻ മാറലാണല്ലോ തഖ്വ. ആ ഒരു സൂക്ഷ്മതയാണല്ലോ പ്രിയമുള്ളവരെ. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ, ആ രൂപത്തിൽ ജീവിതത്തെ മാറ്റിയാൽ, യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ, അവന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അതിന് പകരം അല്ലാഹു എളുപ്പം സമ്മാനിക്കുന്നതാണ്. ജീവിതത്തിലെ ഭാരങ്ങൾ മാറ്റിയിട്ട് അല്ല എളുപ്പം നൽകുന്നതാണ്. നമുക്കറിയാമല്ലോ പ്രിയമുള്ളവരെ, പരിശുദ്ധ റമദാനിൽ പല കാര്യങ്ങളും നമുക്ക് അല്ലാഹു അടുപ്പിച്ചു തരാറുണ്ട്. പല കാര്യങ്ങളിലും നമ്മൾ റമദാനിൽ റാഹത്തിലാണ്, നമ്മുടെ മനസ്സ് പലപ്പോഴും സന്തോഷത്തിലാണ്. റമദാൻ മാസമായാൽ നമ്മുടെ മനസ്സ് സന്തോഷമാണ്, മനസ്സ് വിശാലമാണ്. നമ്മുടെ ജീവിതത്തിൽ കെട്ടിക്കുടിക്കുകൾ നമ്മളിൽ നിന്ന് അഴിഞ്ഞു പോകാറുണ്ട്. എന്തേ? റമദാനിന്റെ ബർക്കത്താണ്. മറ്റൊന്ന്, റബ്ബിനെ നമ്മൾ അവിടെ സൂക്ഷിക്കുന്നുണ്ട്. അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം റമദാനിൽ നമ്മൾ സൂക്ഷിക്കാറുണ്ട്. ആ സൂക്ഷ്മത റമദാൻ തീർന്നാലും
നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം പ്രിയമുള്ളവരെ. ആ തഖ്വയുടെ ശീലമാണ്, ആ തഖ്വയാണ് ഇവിടെ നമ്മളെ മാറ്റുന്നത്. ഈ മാറ്റമാണ് റബ്ബ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചല്ലോ, എല്ലാത്തിനെയും സൂക്ഷിക്കുന്നു. അതേപോലെ തന്നെ കൽബ് മാറാതെ നമ്മുടെ ജീവിതം മാറുകയില്ല. മനസ്സു മാറണം പ്രിയമുള്ളവരെ, കൽബിന് മാറ്റം വരണം സഹോദരിമാരെ. എന്താണ് കൽബിന്റെ മാറ്റം? റമദാനിന് വേണ്ടി മുന്നൊരുക്കമായി വീട് പെയിന്റടിച്ചവരാണ് നമ്മൾ, പരിസരം നന്നാക്കിയവരാണ് നമ്മൾ, പള്ളിയിൽ ഫീസ് പോയ ഒരു ബൾബ് വരെ മാറ്റിയവരാണ് നമ്മൾ, എല്ലാ അർത്ഥത്തിലും. പക്ഷേ മനസ്സിനെ നമ്മൾ മാറ്റിയോ? കൽബിനെ നമ്മൾ പരിവർത്തിപ്പിച്ചോ? മനസ്സിന്റെ ഉള്ളിൽ കിടക്കുന്ന കെട്ടിക്കുടുക്കുകളെ നമ്മൾ അഴിച്ചു മാറ്റിയിട്ടുണ്ടോ? പക അങ്ങനെ തന്നെയുണ്ട്, വെറുപ്പ് അങ്ങനെ തന്നെയുണ്ട്, അസൂയ അങ്ങനെ തന്നെയുണ്ട്, തെറ്റിപ്പിരിഞ്ഞവരുമായുള്ള ബന്ധം നമ്മൾ നന്നാക്കിയിട്ടില്ല. ഇന്ന് ഒന്നാമത്തെ നോമ്പിലാണ് നമ്മൾ, പവിത്രമായ റമദാനിന്റെ ഒന്നാമത്തെ നോമ്പിലാണ് നമ്മൾ. പ്രിയമുള്ളവരെ, ഇത് അവസരമാണ്. ഇനിയും 29 നോമ്പ് നമ്മുടെ മുന്നിലുണ്ട്, അല്ലെങ്കിൽ 28 നോമ്പ് നമ്മുടെ മുന്നിലുണ്ട്. ഈ വരാനിരിക്കുന്ന റമദാനിനെ സജീവമാക്കാനും ഈ റമദാനിൽ മാറ്റമുള്ള ആളുകളായി മാറാനും കൽബിനെ നന്നാക്കണം. നമ്മുടെ വസ്ത്രം നന്നായത് കൊണ്ട് കാര്യമില്ല, നമ്മുടെ പരിസരം നന്നായത് കൊണ്ട് കാര്യമില്ല. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞല്ലോ, അലാ നിങ്ങൾ അറിയണേ, വ ഇന്ന ഫിൽ ജസദി മുദ്അ, മനുഷ്യന്റെ ശരീരത്തിൽ ഒരു മാംസ കഷ്ണമുണ്ട്. ഇദാ സ്വലഹത് സ്വലഹൽ ജസദു കുല്ലുഹു, അത് നന്നായാൽ അവന്റെ ശരീരം മുഴുവനും നന്നായി. വഇദാ ഫസദത് ഫസദൽ ജസദു കുല്ലുഹു, അത് കേടുവന്നാലോ മനുഷ്യന്റെ ശരീരം മുഴുവനും കേടുവന്നു. അലാ വഹിയൽ ഖൽബ്, അറിയണം, അതാണ് മനുഷ്യന്റെ ഹൃദയം. ഹൃദയത്തെ മാറ്റുകയാണ് ഇവിടെ. ഏതർത്ഥത്തിൽ പ്രിയമുള്ളവരെ, ഹൃദയത്തിന് പരിവർത്തനങ്ങൾ ഉണ്ടാവുകയാണ്. ആ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. സുഹൃത്തുക്കളെ, തെറ്റിപ്പിരിഞ്ഞവരായി റമദാനിലേക്ക് പ്രവേശിച്ചവരുണ്ടോ? ഒറ്റ കാര്യമേ ഓർമ്മപ്പെടുത്താനുള്ളൂ, ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹിം, കുടുംബബന്ധം മുറിച്ചവന് പരിപൂർണമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. ബന്ധങ്ങളെ വിച്ഛേദിച്ചു കളഞ്ഞവർ എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമല്ല. എല്ലാ തിങ്കളാഴ്ചകളിലും എല്ലാ വ്യാഴാഴ്ചകളിലും വിശ്വാസികളുടെ അമലുകളെ റബ്ബിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത് കാണാം. റബ്ബിന്റെ അടുക്കലേക്ക് കൊണ്ടുപോയ അമലുകൾ അല്ലാഹു സ്വീകരിക്കുന്നു. ഒരുത്തന്റെ അമലല്ല തിരിച്ചുവിടുകയാണ്. അവന്റെ അമൽ എനിക്ക് വേണ്ട എന്ന് റബ്ബ് പറയുന്നു. എന്തേ കാരണം? ഞാൻ കൂട്ടിച്ചേർക്കാൻ പറഞ്ഞ ബന്ധങ്ങളെ ചേർക്കാൻ പറ അവനോട്, എന്നിട്ട് മതി അവന്റെ അമലെനിക്ക്. അവന്റെ വാശി ഒഴിവാക്കാൻ പറ, അവന്റെ വൈരാഗ്യം ഒഴിവാക്കാൻ പറ, അവന്റെ ഹൃദയത്തിൽ അവൻ കൂട്ടിവെച്ചിട്ടുള്ള ആ വെറുപ്പിനെ വലിച്ചെറിയാൻ പറ, എന്നിട്ടും മതി അവന്റെ അമലെനിക്കെന്ന് റബ്ബ് പറയുകയാണ്. പ്രിയമുള്ളവരെ, ഗൗരവമായി ആലോചിക്കണം. കുമ്പാരമായ അമലുകൾ സ്വീകരിക്കാനാണ് ഈ റമദാനിൽ നമ്മൾ ഇന്ന് ഈ സദസ്സിൽ ഇരിക്കുന്നത്. പുണ്യം കിട്ടണമെന്ന നിയ്യത്താണല്ലോ. റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലമാണല്ലോ. അതാ റമദാനു മസ്റഅത്തുൽ ഇബാദി ലിതത്ഹീരിൽ ഖുലൂബി മിനൽ ഫസാദി. എല്ലാ അർത്ഥത്തിലും പുണ്യങ്ങളുടെ പൂക്കാലമായ ഈ റമദാനിലൂടെ നമ്മൾ മാറുമ്പോ, മാറ്റങ്ങൾ ഉണ്ടാകുമ്പോ, പകയും വെറുപ്പും വിദ്വേഷവും മാറാതെ പോകരുത്. അതങ്ങനെ തന്നെയാണെങ്കിൽ നമ്മുടെ പരലോകം ബാത്തിലാണ്, നമ്മുടെ നോമ്പ് വെറുതെയാണ്, നമ്മുടെ അമലുകൾ വെറുതെയാണ്. അതുകൊണ്ട് ഗൗരവമായി ഞാനും നിങ്ങളും ആലോചിക്കണം. നമ്മൾ നന്നാവണം. കുടുംബക്കാരെ വിളിച്ച് സലാം പറയണം. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, അഫ്ശുസ്സലാമ ബൈനക്കും, സലാമിനെ നിങ്ങൾ വ്യാപിപ്പിച്ചോ. നോക്കൂ, നിങ്ങൾ ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ല. ഹത്താ തുഅ്മിനൂ, നിങ്ങൾ വിശ്വസിക്കുന്നതുവരെ, വിശ്വാസികളാകുന്നതുവരെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല. വലാ തുഅ്മിനൂ, നിങ്ങൾ മുഅ്മിനാവുകയുമില്ല. ഹത്താ തഹാബൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഹത്താ തഹാബൂ, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നതുവരെ. എന്നിട്ട് റസൂലുള്ളാഹി ചോദിക്കുകയാണ്, അവലാ അദുല്ലുക്കും അലാ ശൈഇൻ ഇദാ ഫഅൽതുമൂ, നിങ്ങളുടെ ജീവിതത്തിൽ സ്നേഹിക്കാനും
നിങ്ങൾ മുഅ്മിനായി നിലകൊള്ളാനും പറ്റുന്നൊരു മാർഗം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ? അഫ്ശുസ്സലാമ ബൈനകും, നിങ്ങൾ സലാമിനെ വ്യാപിപ്പിക്കണേ, സലാമിനെ നിങ്ങൾ വർദ്ധിപ്പിക്കണേ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് കൽബിനെ നന്നാക്കിക്കോ. തൊണ്ടയിലേക്ക് ജീവൻ എത്തിക്കഴിഞ്ഞിട്ട് ആരോ കൊണ്ടും പൊരുത്തപ്പെടിച്ചിട്ട് കാര്യമില്ല മുഅ്മിനീങ്ങളെ. മരണം നമ്മളെ കാത്തിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. മരണം നമ്മുടെ തൊണ്ടക്കുഴിയിലേക്ക് അടുത്ത് നിൽക്കുന്ന ഒന്നാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള സ്വഹാബത്ത് പറഞ്ഞല്ലോ, ചെരുപ്പിന്റെ വാറ് കാലിനോട് എത്ര അടുത്ത് നിൽക്കുന്നുവോ അത്രയടുത്ത് നിങ്ങളുടെ മരണം നിങ്ങളുടെ കൂടെയുണ്ടെന്ന് മഹാന്മാരായ സ്വഹാബത്ത് രേഖപ്പെടുത്തുന്നത് കാണാം. ആ മരണം വരുന്ന സമയത്ത് കല്ലാ ഇദാ ബലഗത്തി തറാഖ് വഖീല മൻ റാഖ് വظن انه الفراق, തൊണ്ടയിലേക്ക് ജീവനെത്തുന്ന സമയത്ത് ഗർഗർ എന്ന ശബ്ദം തൊണ്ടയെ പിടികൂടുമ്പോ അതേ അല്ലാഹു പറയാണ് വഖീല മൻ റാഖ്, മന്ത്രിക്കാൻ ആരാണുള്ളത്, ഒരാശ്വാസത്തിന്റെ വാക്ക് പറയാൻ ആരുണ്ട് എന്ന് ചോദിക്കുന്ന സമയമാണ്. മക്കൾ വെള്ളം കൊണ്ടുവന്ന് തരുന്നുണ്ട്, മക്കൾ മരുന്ന് കൊണ്ടുവന്ന് തരുന്നുണ്ട്, കൂട്ടുകാരൻ അടുത്തിരുന്നിട്ട് കൈയിങ്ങനെ തടവി തരുന്നുണ്ട്, തലങ്ങനെ തടവി തരുന്നുണ്ട്, ആശ്വാസത്തിന്റെ വാക്ക് പറയുന്നുണ്ട്. ഒന്നും അങ്ങോട്ട് ഫലിക്കണില്ല, ഒന്നും അങ്ങോട്ട് ഏൽക്കണില്ല. അന്ന് മനസ്സിൽ തോന്നുകയാണ്, ഞാൻ തെറ്റിപ്പിരിഞ്ഞത് എന്റെ ഉമ്മയുമായി 4 കൊല്ലമായി ഞാൻ പിണക്കത്തിലായിരുന്നല്ലോ, ഉമ്മാന്റെ കൈയൊന്ന് കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് കൈപിടിച്ച് സലാം പറയാമായിരുന്നു, ഉമ്മാനെ ഒന്ന് കണ്ടിരുന്നെങ്കിൽ ഒന്ന് പൊരുത്തപ്പെടിക്കാമായിരുന്നു എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ വിചാരിക്കുന്നുണ്ട് നടക്കുമോ സഹോദരങ്ങളെ? ഉമ്മ മുന്നിലില്ലല്ലോ, വാപ്പ മുന്നിലില്ലല്ലോ, പിണങ്ങിപ്പിരിഞ്ഞു പോയ ജേട്ടന്മാരില്ലല്ലോ, അയൽവാസികളില്ലല്ലോ, നിസ്കാരത്തിന്റെ സമയത്ത് ഒരു സൊഫിൽ നിന്ന് തന്നെ കൂട്ടുകാരനില്ലല്ലോ. അങ്ങനെ അങ്ങോട്ട് മരിച്ചുപോയാൽ കണങ്കാലും തമ്മിൽ കൂട്ടിമുട്ടുന്ന സമയമാണ്. കാലുകൾ എങ്ങനെ മേൽപോട്ട് പിരിയുന്ന ദിവസമാണ്, ആ കണ്ണുകൾ മേൽപോട്ട് മറിയുന്ന ദിവസമാണ്. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, റബ്ബിന്റെ അടുക്കലേക്ക് ഉയർത്തപ്പെടുന്ന ആ ദിവസമാണ്. ആ ദിവസത്തിൽ ആ ഉയർച്ചയിൽ ആത്മാവിനെ അങ്ങോട്ട് കൊണ്ടുപോയാൽ എത്ര റമദാനുകൾ പിന്നിട്ട് പോയതാണെങ്കിലും ശരി, എത്ര റമദാനുകൾ തള്ളി നീക്കിയവരാണെങ്കിലും ശരി, മനസ്സിന്റെ വാശി തീർക്കാതെ, അസൂയ തീർക്കാതെ, പക തീർക്കാതെ, ബന്ധങ്ങൾ നന്നാക്കാതെയാണ് മരിക്കുന്നതെങ്കിൽ റബ്ബിന്റെ കോടതിയിലെത്തുമ്പോൾ ഇബാദത്തുണ്ടാവില്ല, ഇബാദത്തുണ്ടാവില്ല. പ്രിയമുള്ളവരെ, വുജൂഹു യൗമഇദിൻ ഖാശിഅ, ചില മുഖങ്ങൾ വരും നാളെ പരലോകത്ത്. പേടിച്ച 2 മുഖമാണ് അവരുടെ മുഖം. അധ്വാനിച്ച് ക്ഷീണിച്ചവരാണവർ. ആമിലത്തുൻ നാസിബാ, അമലുകൾ കൂമ്പാരമായി കൂട്ടിവെച്ചവരാണ്. നിസ്കാരമുണ്ടവർക്ക്, നോമ്പെടുത്തിട്ടുണ്ടവർ, സ്വതക്ക ചെയ്തിട്ടുണ്ടവർ, ദാനധർമ്മം ചെയ്തിട്ടുണ്ടവർ, എല്ലാ സുഹൃതങ്ങളിലും അവർ മുന്നിലാണ്. പക്ഷേ പരലോകത്തെത്തുമ്പോ തസ്ലാ നാറൻ ഹാമിയാ, ചൂടേറിയ അഗ്നിയിലേക്കല്ല വലിച്ചെറിയുമെന്ന്, നരകത്തിന്റെ ആഴങ്ങളിലേക്കല്ല വലിച്ചെറിയുമെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു. നിസ്കരിച്ചിട്ടും നരകം വാങ്ങുന്നവർ, റമദാനുകൾ കഴിഞ്ഞു പോയിട്ടും നരകം വാങ്ങുന്നവർ, നോമ്പെടുത്തിട്ടും നരകം വാങ്ങുന്നവർ, സുഹൃതങ്ങൾ വർദ്ധിപ്പിച്ചിട്ടും നരകം വാങ്ങുന്നവർ. എന്തേ കാരണം? അമലുകൾ ബാത്തിലാകുന്ന കാര്യങ്ങൾ അല്ല പറഞ്ഞത് നമ്മൾ സൂക്ഷിച്ചില്ല, നമ്മുടെ വാശി അതിന് സമ്മതിച്ചില്ല, നമ്മുടെ വൈരാഗ്യം അതിന് സമ്മതിച്ചില്ല, നമ്മുടെ അഹങ്കാരം അതിന് സമ്മതിച്ചില്ല. ഒന്ന് താഴ്ന്നു കൊടുക്കാനോ, ഒന്ന് വിട്ട് കൊടുത്ത് മാപ്പാക്കി കൊടുക്കാനോ, ഒന്ന് പൊരുത്തപ്പെടിക്കാനോ നമ്മൾ ഒരുക്കമായിട്ടില്ല. എങ്കിൽ ഈ റമദാൻ നമുക്ക് വെറുതെയാണ്. നമ്മൾ മാറിയിട്ടില്ല പ്രിയമുള്ളവരെ. ഈ റമദാൻ മാറ്റത്തിന്റെ ദിനരാത്രങ്ങളാവണം, ഈ റമദാൻ പരിവർത്തനത്തിന്റെ ദിനരാത്രങ്ങളാവണം. അതേ, നമസ്കാരത്തിലൂടെ മാറുന്നു, നോമ്പിലൂടെ മാറുന്നു, തഖ്വയിലൂടെ മാറുന്നു, രാത്രി നമസ്കാരം കൊണ്ട് മാറുന്നു, പരിശുദ്ധ ഖുർആനിന്റെ പാരായണം കൊണ്ട് മാറുന്നു. എല്ലാ രൂപത്തിലും നമ്മൾ മാറി. മനസ്സുകൊണ്ട് നമ്മൾ മാറിയിട്ടില്ല, ഖൽബ് കൊണ്ട് നമ്മൾ മാറിയിട്ടില്ല. പകയും വെറുപ്പും നിലനിർത്തുകയാണോ? നോമ്പെടുക്കേണ്ട പ്രിയമുള്ളവരെ, വെറുതെയാണ്. അല്ലാഹ് അമൽ സ്വീകരിക്കില്ലെന്ന് റബ്ബ് പറഞ്ഞ വൃത്തികെട്ട മനസ്സിന്റെ ഉടമകളായി നമ്മൾ മാറരുത്.
അതുകൊണ്ട് കൽബിലേക്ക് ചേർത്ത് വെച്ചോ പരിശുദ്ധ ഖുർആനിനെയും ഹബീബായ റസൂലുള്ളാഹിന്റെ ഹദീസുകളെയും. ആ രൂപത്തിൽ ഇതിനെ ഉപയോഗപ്പെടുത്തണേ പ്രിയമുള്ളവരെ. അങ്ങനെ എല്ലാ മേഖലയിലും തഖ്വ നിലനിർത്തുന്നവരായി മാറണം. ആ രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ നമ്മൾ ശരിപ്പെടുത്തണം. അതേപോലെ തന്നെ മറ്റൊരു കാര്യമുള്ളത് തൗബയാണ്. ഈ റമദാൻ പരിവർത്തനത്തിന്റെ മാസമായി മാറുമ്പോ പാപങ്ങൾ കഴുകിക്കളഞ്ഞ റമദാനിൽ നിന്ന് യാത്രയാവാൻ നമുക്ക് കഴിയണം. ഈ റമദാൻ നമുക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല. ഈ റമദാൻ തന്നെ 30 പൂർത്തിയാക്കാൻ നമ്മൾ ഉണ്ടാകുമോ പറയാൻ നമുക്ക് സാധ്യമല്ലല്ലോ പ്രിയമുള്ളവരെ. നമ്മൾ ചിന്തിക്കേണ്ടത് ഈ റമദാനിൽ പാപങ്ങൾ കഴുകിക്കളഞ്ഞവരായി തൂബൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങണേ. ഇത് തൗബയുടെ മാസമാണ്. ഇത് പശ്ചാത്താപത്തിന്റെ മാസമാണ്. മനസ്സിനെ ശുദ്ധീകരിക്കാൻ പറ്റുന്ന മാസമാണ്. അതുകൊണ്ട് തൗബ വർദ്ധിപ്പിച്ചോ, പശ്ചാത്താപം വർദ്ധിപ്പിച്ചോ സഹോദരങ്ങളെ. അതുകൊണ്ട് തൗബ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. റസൂലുള്ള പറഞ്ഞല്ലോ, ഒരു റമദാൻ ഒരാൾക്ക് വന്നു കിട്ടി, റമദാൻ 30 പൂർത്തിയാവുകയാണ്. ആ റമദാൻ തീർന്നിട്ടും അവന്റെ പാപം പൊറുക്കപ്പെട്ടിട്ടില്ലെങ്കിൽ അവൻ നശിച്ചവനാണ്. അവന്റെ മൂക്ക് മണ്ണിൽ കുത്തട്ടെ. ജിബ്രീലിന്റെ പ്രാർത്ഥന കാണാം. റസൂലുള്ള ആമീൻ പറഞ്ഞതും ചരിത്രത്തിൽ നമുക്ക് കാണാം. അതുകൊണ്ട് സൂക്ഷിക്കണം സഹോദരങ്ങളെ. വല്ലാതെ എത്രത്തോളം ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കാൻ പറ്റുമോ. അല്ലാഹുവിന്റെ റസൂൽ ഒരു ദിവസത്തിൽ, റമദാനിലല്ല അല്ലാത്ത മാസങ്ങളിൽ പോലും റസൂലുള്ള ഒരു ദിവസത്തിൽ 100 തവണ അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിച്ചോ. യാത്ര ചെയ്യുമ്പോൾ ഇസ്തിഗ്ഫാർ, വീട്ടിൽ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഇസ്തിഗ്ഫാർ, സദസ്സിലിരിക്കുമ്പോൾ ഇസ്തിഗ്ഫാർ, ദീന് പഠിക്കുമ്പോൾ ഇസ്തിഗ്ഫാർ. അതേ ഏതെല്ലാം അവസരങ്ങളിൽ ദിക്റുകൾ വർദ്ധിപ്പിക്കാനുള്ള അവസരമുണ്ടോ അവിടെയൊക്കെ നമ്മൾ ഇസ്തിഗ്ഫാറിനെ വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചാൽ റബ്ബിന്റെ സഹായം ഉണ്ടാകും. അല്ലാഹ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരും. അതുപോലെ തന്നെ എന്റെ സംസാരം അവസാനിപ്പിക്കുമ്പോ പ്രിയമുള്ളവരെ, പ്രാർത്ഥന വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. ഇത് മാറ്റത്തിന്റെ ദിനരാത്രങ്ങളാണ്. പ്രാർത്ഥനയ്ക്ക് വലിയ വലിയ സ്ഥാനമുണ്ട് ഇസ്ലാമിൽ. ദുആഇന് വലിയ സ്ഥാനമുണ്ട്. അതുകൊണ്ട് പ്രാർത്ഥനകളെ നിങ്ങൾ വർദ്ധിപ്പിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ഇത് ഷഹ്റുദ് ദുആ, ദുആയുടെ മാസമാണ്. ദുആയുടെ ഫളൽ എന്താണെന്ന് അറിയുമോ? മത്സ്യത്തിന്റെ വയറ്റിലുള്ള യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണം എന്ന് പഠിപ്പിച്ചത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ എന്ന് പ്രാർത്ഥിച്ചു. റബ്ബേ, നീയല്ലാതെ ആരാധനക്കർഹനായി ആരുമില്ല. സുബ്ഹാനക റബ്ബേ, നീ പരിശുദ്ധനാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, എന്റെ അടുത്ത് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് റബ്ബേ, പിഴവുകൾ എന്റെ അടുത്ത് സംഭവിച്ചിട്ടുണ്ട് നാഥാ എന്ന് എടുത്തു പറഞ്ഞു. റസൂലുള്ള പറയാണ്, ആർക്കെങ്കിലും പരീക്ഷണങ്ങൾ നേരിട്ടാൽ, പ്രയാസങ്ങൾ നേരിട്ടാൽ യൂനുസ് നബി പ്രാർത്ഥിച്ച ഈ പ്രാർത്ഥനയെ നിങ്ങൾ ആയുധമാക്കിക്കോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പ്രാർത്ഥന കൊണ്ട് പല അത്ഭുതങ്ങളും സംഭവിച്ചത് ചരിത്രത്തിൽ നമുക്ക് കാണാം. ഗുഹയിലകപ്പെട്ട 3 ആളുകളുടെ ഗുഹാമുഖത്ത് വന്നടഞ്ഞ കല്ല് മാറിപ്പോകാനുള്ള കാരണം എന്തായിരുന്നു പ്രിയമുള്ളവരെ? പ്രാർത്ഥനയല്ലേ. റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് തേള് കുത്തിയിട്ടൊരു മനുഷ്യൻ കയറി വന്നു. റസൂലേ, ഇന്നലെ വൈകുന്നേരം എന്നെ തേള് കുത്തി റസൂലേ. അതേ, എന്റെ കാലിന് വല്ലാത്ത കടച്ചിലായിരുന്നു, വല്ലാത്ത വേദനയായിരുന്നു റസൂലേ. എന്താണ് ഒരു പരിഹാരം എന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള ചോദിക്കുകയാണ്, നിന്നിന്നലെ കുത്തിയ ജീവി ഏതാണെന്ന് ചോദിച്ചപ്പോൾ അത് തേളാണെന്ന് പറഞ്ഞു കൊടുത്തപ്പോ റസൂലുള്ള പറയാണ്, അതേ, നിനക്കിങ്ങനെ പ്രാർത്ഥിച്ചുകൂടായിരുന്നോ? അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. ഈ പ്രാർത്ഥന പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരു ബുദ്ധിമുട്ട് പറഞ്ഞു വന്ന വ്യക്തിക്ക് പോലും റസൂലുള്ള പരിഹാരം നൽകിയത് ദുആയാണെങ്കിൽ ആ ദുആയാണ് നമ്മുടെ ജീവിതത്തിന്റെ ആയുധം. പരിശുദ്ധ റമദാനിലെ അതേ 17 കടന്നു വരുമ്പോ നാട്ടിൽ ബദരീങ്ങളുടെ ചരിത്രത്തെ ഓർക്കുന്ന ദിവസമാണ്. ബിരിയാണി ചെമ്പകൾ കയറ്റിവെക്കുന്നവരുണ്ട്. അതേ, ഇസ്ലാം പഠിപ്പിക്കാത്ത അറവ് നടത്തുന്നവരുണ്ട്. ഇസ്ലാം വിലക്കിയ പ്രവർത്തനങ്ങളിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട്. വിശദീകരിക്കുന്നില്ല. പക്ഷേ ആ ബദർ നൽകുന്ന പാഠത്തിലെ പ്രധാന പാഠമാണ് ഇസ്ലാമിലെ ദുആഇന്റെ മഹിമ. നിങ്ങൾ ബദറിൽ ജയിക്കാനുള്ള കാരണം എന്താ? ഇത് തസ്തഗീസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നീ മുമിദ്ദുക്കും ബിഅൽഫിൻ മിനൽ മലായികതി മുർദിഫീൻ.
അതേ നിങ്ങൾക്ക് മലക്കുകളെ ഇറക്കിത്തരാനുള്ള കാരണം അല്ല പഠിപ്പിച്ചത്. 1000-ലധികം വരുന്ന മലക്കുകളെ ബദറിലേക്കല്ല ഇറക്കിയത്. നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇസ്തിഗാസ നടത്തിയത് കൊണ്ട്, അല്ലാഹുവോട് നിങ്ങൾ പ്രാർത്ഥിച്ചത് കൊണ്ട്, ആ പ്രാർത്ഥനയാണ് വിജയത്തിന്റെ കാരണം. അതുകൊണ്ട് ഈ റമദാനിനെ പ്രാർത്ഥനയിൽ മുഴുകുന്ന ദിനരാത്രങ്ങളാക്കുക, അദ്കാറുകൾ വർദ്ധിപ്പിക്കുക. മാറ്റമാണ് പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ. രാവിലെയും വൈകുന്നേരവും ദുആഇനെ വർദ്ധിപ്പിച്ചോ, അദ്കാറുകൾ വർദ്ധിപ്പിച്ചോ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ഇത് തുടർച്ചയായി റമദാൻ കഴിഞ്ഞാൽ നിലനിർത്തുമെന്ന് നിയ്യത്തെടുത്തോ. ഈ അമലുകളൊക്കെ ആ രൂപത്തിൽ കൊണ്ടുപോകേണ്ടതാണ്. എല്ലാ അമലുകളിലും കൂടുതൽ ശ്രദ്ധ കാണിക്കണേ. ലക്ഷ്യം ഒന്ന് മാത്രമാവണം. ഭൗതികമായ ഒരു ലക്ഷ്യമാകരുത്. ലക്ഷ്യം ഒന്ന് മാത്രമാവണം. അത് സ്വർഗമായിരിക്കണം. സരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർദുഹ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചതാണ് അല്ലാഹുവിന്റെ സ്വർഗം. ആകാശഭൂമികളെക്കാൾ വിശാലമാണ്. അതുകൊണ്ട് നിങ്ങൾ ധൃതിപ്പെട്ടു വന്നു. ആ സ്വർഗത്തിലേക്ക് ധൃതിപ്പെടാൻ പറ്റുന്ന അവസരമാണ്. ദിക്റുകൾ വർദ്ധിപ്പിച്ച് ധൃതിപ്പെട്ടോ, നിസ്കാരം വർദ്ധിപ്പിച്ച് ധൃതിപ്പെട്ടോ, നോമ്പിൽ സൂക്ഷ്മത കൈവരിച്ച് ധൃതിപ്പെട്ടോ, അതേ ദാനധർമ്മങ്ങൾ അധികരിപ്പിച്ച് ധൃതിപ്പെട്ടോ, രാത്രി നമസ്കാരത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധ കാണിച്ച് ധൃതിപ്പെട്ടോ, ബന്ധങ്ങൾ വിളക്കി ചേർത്തുകൊണ്ട് സ്വർഗത്തിലേക്ക് ധൃതിപ്പെടണം. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വബറുള്ളവരായി നമ്മൾ ധൃതിപ്പെടുകയാണ്. എല്ലാ അർത്ഥത്തിലും ഒരു മാറ്റത്തിന്റെ മാസമാക്കി ഈ മാസത്തെ നമ്മൾ മാറ്റിയിട്ട് ഒരു പുണ്യങ്ങളുടെ പൂക്കാലമായി ഇതിനെ കണ്ടിട്ട് റമദാൻ തീർന്നാലും എന്റെ ജീവിതം ഞാൻ ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന നല്ല നിയ്യത്തോടു കൂടി ഈ സദസ്സിൽ നിന്ന് പിരിയാൻ നമുക്ക് സാധിക്കണം. അതിന് അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഒന്നുപോയില്ല, തെറ്റുകുറ്റങ്ങളും വിട്ടുകൊടുത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. അസുഖം ബാധിച്ചു കിടക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹു ശിഫാഉൽ ആജിലിനെ അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ ചെറുതും വലുതുമായി വരുന്ന ഒരുപാട് വിഷമങ്ങൾ, പ്രശ്നങ്ങൾ അല്ലാഹു സലാമത്ത് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ റമദാൻ ജീവിതത്തിൽ വലിയൊരു മാറ്റത്തിന്റെ കാരണമാക്കി റബ്ബ് നമ്മുടെ ജീവിതത്തിൽ പ്രകാശമുള്ള റമദാനാക്കി അല്ലാഹു മാറ്റി തരുമാറാകട്ടെ. ഈ റമദാനിന്റെ മുഴുവൻ ഖൈറും മുഴുവൻ ബർക്കത്തും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നന്മ നിറഞ്ഞ ജീവിതം നയിക്കാൻ മരിക്കുന്ന സമയത്തും ഈമാനോട് കൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മരിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദി അൽ ഹജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم يا مقلب القلوب ثبت قلوبنا على دينك. ربنا تقبل منا ربنا تقبل منا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله على محمد وعلى آله وصحبه أجمعين. والحمد لله رب العالمين. السلام عليكم ورحمة الله.